ആമേൻ. കർത്താവിൽ അനുഗ്രഹീത ദൈവദാസന്മാരെ ഓർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. സഹോദര തുല്യം സ്നേഹിക്കുന്ന അനുഗ്രഹീത കർത്തൃഭൃത്യന്മാരാണ് ഇന്ന് ഇവിടെ നേതൃത്വം കൊടുക്കുന്നത്. അവരെല്ലാം ഓർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. അതുപോലെ സ്തോത്രം എൻ്റെ ജ്യേഷ്ഠ സഹോദരനായി നിൽക്കുന്ന കർത്താവിൻ്റെ ദാസൻ സൈജായൻ പുറകിലുണ്ട്. അവരെല്ലാം ഓർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. കർത്താവ് ഇന്ന് പകൽ നമ്മെ ഒരുമിച്ച് അനുഗ്രഹിക്കട്ടെ. സന്തോഷമുള്ള എല്ലാവരും കരമുയർത്തി നല്ലൊരു ഹല്ലേലൂയ എന്ന് പറഞ്ഞേ. ഹല്ലേലൂയ. ഞാൻ ഈ ചർച്ചിനകത്ത് ആദ്യമായിട്ടാണ് കടന്നു വരുന്നത്. പഴയ കൂട്ടായ്മക്കകത്ത് കടന്നു വരുവാനും ഒരു ദിവസം പകൽ ശുശ്രൂഷിപ്പാനും ദൈവം എനിക്ക് അവസരം തന്നു. ഒരു ദിവസം രാത്രി തൊടുപുഴയിൽ വെച്ചുള്ള ഒരു കൺവെൻഷൻ കഴിഞ്ഞ് മടങ്ങി വരുന്ന സമയത്ത് ഞങ്ങൾക്ക് രാത്രിയിൽ അല്പസമയം ആലയത്തിനകത്ത് കൂടി ഇന്ന് ഈ ഇരിക്കുന്ന ഈ ചർച്ചിന് വേണ്ടി പ്രാർത്ഥിപ്പാൻ സ്വർഗത്തിലെ ദൈവം ഞങ്ങൾക്ക് കൃപ ചെയ്തു. സ്തോത്രം. ഹല്ലേലൂയ. സന്തോഷത്തോടെ നല്ലൊരു ഹല്ലേലൂയ എന്ന് പറഞ്ഞേ. നിങ്ങളെല്ലാം വളരെ ആത്മനിറവ് പ്രാപിച്ച് വളരെ സന്തോഷത്തോടെ ഇരിക്കുകയാണ്. കഴിഞ്ഞ 11 ദിവസം ആത്മാവിൽ നിങ്ങൾ ശക്തിപ്പെടുവാനും കർത്താവിനെ ആരാധിപ്പാനും ഒക്കെ ദൈവം കൃപ ചെയ്തു. ഇന്ന് നിങ്ങളുടെ നടുവിലായിരിക്കുന്നത് ഒരു വലിയ ഭാഗ്യ പദവിയായി ഞാൻ കാണുകയാണ്. ദൈവത്തിന് സ്തോത്രം ചെയ്യാൻ പറ്റുമോ? ഹല്ലേലൂയ. അതുകൊണ്ട് സമയൊട്ടും കളയാതെ ഇന്നത്തെ വചന ശുശ്രൂഷയിലേക്ക് നമുക്ക് വേഗത്തിൽ പ്രവേശിക്കാം. അപ്പോസ്തലപ്രവൃത്തിയുടെ പുസ്തകം 27-ാം അധ്യായം അതിൻ്റെ 29-ാമത്തെ വാക്യം നമുക്കൊന്ന് ചേർന്ന് വായിക്കാം. അപ്പോസ്തലപ്രവൃത്തി 27 അതിൻ്റെ 29-ാമത്തെ വേദവാക്യം. പാറസ്ഥലങ്ങളിൽ അകപ്പെടുമെന്ന് പേടിച്ച് അവർ അമരത്ത് നിന്ന് 4 നങ്കൂരമിട്ടു. നേരം വെളുപ്പാൻ അവർ ആഗ്രഹിച്ചുകൊണ്ടിരുന്നു. സ്തോത്രം. ഈ 12-ാമത്തെ ദിവസം നിങ്ങൾ ആഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നത് ദൈവം നിങ്ങൾക്ക് വേണ്ടി ചെയ്യും. വിശ്വസിക്കുന്നവരാമേൻ പറ. നിങ്ങൾ എന്താണോ ആഗ്രഹിച്ചു കൊണ്ടിരുന്നത് ആ ആഗ്രഹിച്ചു കൊണ്ടിരുന്നതിൻ്റെ മേൽ ദൈവത്തിന് മഞ്ഞും മഴയും അഴച്ച് ദൈവത്തിൻ്റെ അത്ഭുതകരം ഇന്ന് പകൽ നീട്ടുമെന്ന് വിശ്വസിക്കുന്നവർ ദൈവത്തെ ആരാധിച്ചുകൊണ്ടിരിക്കുക, ദൈവത്തെ സ്തുതിച്ചുകൊണ്ടിരിക്കുക. നമ്മുടെ ദൈവത്തിനൊരു പ്രത്യേകതയുണ്ട്. അവൻ പറഞ്ഞാൽ പറഞ്ഞതുപോലെ ചെയ്യും. ആമേൻ. വലിയവനായ ദൈവത്തിന്റെ അളവറ്റ സാന്നിധ്യം ഇന്ന് പകൽ ഇതിനകത്ത് വ്യാപരിക്കുമ്പോൾ കർത്താവ് നിങ്ങളോട് എന്താണോ പറഞ്ഞതുപോലെ ചെയ്യാൻ എൻ്റെ ദൈവം വിശ്വസ്തനാണ്. വിശ്വസിക്കാൻ കഴിയുന്ന ദൈവജന കാലം ഉയർത്തി ദൈവത്തെ ഒന്ന് സ്തുതിക്കാമോ? ഞാൻ ഇവിടെ കയറി നിന്ന സമയത്ത് എൻ്റെ അകത്തളത്തിൽ ഒരുപാട് ചിന്തകൾ വരുന്നു. നാം ആരാധിക്കുന്ന ദൈവം സാധാരണ ഒരു ദൈവമല്ല. ആമേൻ. കർത്താവിൻ്റെ ദാസനായ പൗലോസ്ലീഹ എബ്രായ ലേഖനം എഴുതുമ്പോൾ എബ്രായ ലേഖനം എഴുതാനുണ്ടായ 1-2 കാര്യങ്ങളുണ്ട്. ഒന്ന്, ആമേൻ, എബ്രായ വിശ്വാസികളുടെ അകത്തുണ്ടായ യേശുക്രിസ്തുവിനെ കുറിച്ചുള്ള ചിന്തക്കുഴപ്പമാണ് അത് എഴുതാനുണ്ടായ ഒരു കാര്യം. അവിടെ ഉണ്ടായിരുന്ന അല്ലെങ്കിൽ എബ്രായ വിശ്വാസത്തിൽ നിന്ന് ക്രിസ്തു വിശ്വാസത്തിലേക്ക് വന്നവരുടെ അകത്ത് പലപ്പോഴും അവർ അനുഷ്ഠിച്ചുകൊണ്ടിരുന്ന ആചാരാനുഷ്ഠാനങ്ങൾ അവൻ കൈവിടിയാൻ കഴിയാത്തത് കൊണ്ട് തന്നെ പലതും അവർ ചെയ്തുകൊണ്ടിരുന്നു. എന്ന് വെച്ചാൽ മിക്കവാറും ആളുകൾ യഹൂദ പശ്ചാത്തലത്തിൽ നിന്നും കടന്നു വന്നവരാണ്. അതുകൊണ്ട് യഹൂദന്റെ അഭിമാന സ്തംഭമായ യെരുശലേം ദൈവാലയം അവരുടെ ഹൃദയത്തിന്റെ ഒരറയിൽ അവർ സൂക്ഷിച്ചിട്ടുണ്ട്. പൗരോഹിത്യം എന്ന് പറയുന്നത് അവർക്കൊരിക്കലും ഒഴിച്ചു കൂട്ടാൻ കഴിയാത്തതാണ്. പൗരോഹിത്യത്തിന്റെ ഏറ്റവും മുതൽ എ മുതൽ ഇസറ്റ് വരെ എന്ന് വെച്ചാൽ അഹരോനിൽ തുടങ്ങി അവൻ സക്കരിയാവിൽ അവസാനിക്കുന്ന പൗരോഹിത്യത്തിന്റെ എ ടു ഇസറ്റ് എന്ന് പറയുന്ന പൗരോഹിത്യത്തെ അവർക്കൊരിക്കലും തള്ളിക്കളയാൻ കഴിയത്തില്ല. അതുകൊണ്ട് തന്നെ പൗരോഹിത്യം അവർക്ക് വിലപ്പെട്ടതാണ്. ഇനി അടുത്തത് ആലയത്തിനകത്തുള്ള ആലയത്തിന്റെ ആരാധന സാമഗ്രികൾ അവർക്ക് ഒഴിച്ചുകൂടാൻ കഴിയാത്തതാണ്. അവരുടെ ലീഡർമാർ
ദൂതന്മാരിൽ ഏറ്റവും മുന്തിയതായ ലീഡറായ മോശയെ അവർക്കൊരിക്കലും ഒഴിച്ചുകൂടാൻ കഴിയത്തില്ല. അതുകൊണ്ട് തന്നെ ക്രിസ്തീയ വിശ്വാസത്തിലേക്ക് അവർ സ്റ്റെപ്പ് വെച്ചെങ്കിലും അവർക്കൊരിക്കലും ഒഴിവാക്കാൻ കഴിയാത്ത ഈ കാര്യങ്ങൾ മുറിയെ പിടിച്ചപ്പോൾ എബ്രായ സഭയോട് പൗലോസ് പറയുന്ന ഒന്ന് രണ്ട് കാര്യങ്ങൾ എൻ്റെ ഉള്ളത്തിൽ വരുന്നത് കൊണ്ട് പ്രാരംഭത്തിൽ വിളിച്ചു പറയുക. പൗലോസ് ഇങ്ങനെ എഴുതുകയാണ്, ഞാൻ നിങ്ങളോട് ഒരൊറ്റ ദൂത് പറയുന്നു, നിങ്ങൾ വിചാരിക്കുന്ന പോലെയുള്ള ഒരാളല്ല ഞാൻ പ്രസംഗിക്കുന്ന എൻ്റെ യേശു. അവൻ ദൂതന്റെ സാന്നിധ്യം കൊതിക്കുന്നുണ്ട്. ദൂത സാന്നിധ്യം നിങ്ങൾക്ക് ആവശ്യമാണ്. ദൂതന്റെ സാന്നിധ്യത്തിൽ നിങ്ങൾ അതിയായി സന്തോഷിക്കുന്നുണ്ട് എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. ദൂതന്മാരെയൊക്കെ ശ്രേഷ്ഠനാണ് ഞാൻ ഇന്ന് പകൽ ആരാധിക്കുന്ന എൻ്റെ ദൈവം. പറ്റുമെങ്കിൽ കരമടിച്ച് ദൈവത്തെ ആരാധിക്കണം. നമ്മൾ ആരാധിക്കുന്ന യേശുവിന്റെ പ്രത്യേകത, അവൻ ദൂതന്മാരെയൊക്കെ ശ്രേഷ്ഠനാണ്. രണ്ട്, അവൻ അവിടെ കൊണ്ട് നിർത്തുന്നില്ല. ദൂതന്മാരെയൊക്കെ ശ്രേഷ്ഠൻ എന്ന് പറഞ്ഞ കർത്താവേ, പൗലോസ് അടുത്ത അധ്യായത്തിൽ വന്നിട്ട് പറയുന്നു, നാം ആരാധിക്കുന്നവനായ കർത്താവ് ആരാന്നറിയാമോ? അവൻ അഹരോനെയൊക്കെ ശ്രേഷ്ഠനാണ്, അവൻ മോശയെയൊക്കെ ശ്രേഷ്ഠനാണ്, പഴയ നിയമ യാഗങ്ങളെയൊക്കെ ശ്രേഷ്ഠനാണ്, അവൻ ആരാധന സാമഗ്രികൾക്ക് ശ്രേഷ്ഠനാണ്. മാത്രമല്ല ആലയത്തിനകത്ത് വെച്ച അവൻ മണ്ണയിട്ട് വെച്ച പൊൻപാത്രത്തേക്കാൾ, അഹരോന്റെ തളിർത്ത വടിയേക്കാൾ, അവൻ 10 കൽപ്പനയേക്കാൾ ശ്രേഷ്ഠനാണ് ഞാൻ ആരാധിക്കുന്ന എൻ്റെ ദൈവം. ഇന്ന് പകൽ വേളയിൽ വഴിതെറ്റി വന്നു കയറിയവരല്ല, അല്ലെങ്കിൽ അവൻ എങ്ങനെയോ പെട്ടുപോയി വന്നതല്ല. ആരാധിക്കാൻ കൊള്ളാവുന്ന ഉലകത്തിലൊരു ദൈവമുണ്ടെങ്കിൽ അത് നാം ആരാധിക്കുന്ന യേശു തമ്പുരാനാണ്. വിളിച്ചു പറയാൻ കഴിയുന്ന ദൈവജന കരമടിച്ച് ആരാധിച്ചു തുടങ്ങ്. നാം ആരാധിക്കുന്നത് സംഘടനയല്ല, നാം ആരാധിക്കുന്നത് നേതാക്കന്മാരെയല്ല, നമ്മൾ ആരാധിക്കുന്നത് നമുക്ക് വേണ്ടി ജീവനെ തന്ന നമ്മുടെ പ്രാണപ്രിയനായ യേശുവിനെ അത്രേ. ദൈവജനമേ, ഞാൻ അടുത്തൊരു ദൂത് നിങ്ങളോട് പങ്കുവെക്കുന്നതിന് മുൻപ് ഈ ഒരു കാര്യങ്ങൾ, ഒന്ന് രണ്ട് കാര്യങ്ങൾ പറയണമെന്ന് എൻ്റെ ഉള്ളത്തിൽ വന്നതുകൊണ്ട് ഞാനൊന്ന് ഓടിച്ച് പറയുക കേട്ടോ. നമ്മുടെ ദൈവം ആരാണെന്ന് ഇന്ന് നിങ്ങൾ അറിയണം. നമ്മുടെ യേശു ആരാണെന്ന് അറിയണം. ഒരു ഹല്ലേലൂയ എന്ന് പറഞ്ഞേ. ഞാൻ തുടക്കത്തിൽ പറയാം, വർഷങ്ങൾക്ക് മുമ്പ് നമുക്ക് തമിഴ്നാട്ടിൽ ചർച്ചുണ്ട്. തമിഴ്നാട്ടിൽ ഒരിക്കൽ മീറ്റിങ്ങിന് ചെന്നപ്പോൾ, തമിഴ്നാട്ടിലെ പ്രസംഗം കഴിഞ്ഞപ്പോൾ ഒരു തമിഴ്ക്കാരൻ അയ്യ എന്നെ വിളിച്ചോണ്ട് പോയത് എനിക്കിപ്പോൾ ഓർമ്മയുണ്ട്. പണ്ട് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ആ തമിഴ്ക്കാരൻ അയ്യ വീട്ടിൽ വിളിച്ചോണ്ട് പോയി എന്നോട് പറഞ്ഞു, വന്ന് ജപിക്കാൻ വേണ്ടി ചെന്നപ്പോൾ കണ്ട കാഴ്ച, തൻ്റെ കൊച്ചു കൂടാരത്തിൻ്റെ അകത്ത് താൻ ആരാധിക്കുന്ന ദൈവങ്ങളുടെ ആ മുൻപിൽ അനവധി ദൈവങ്ങളെ അവൻ ഉണ്ടാക്കി വെച്ചിരിക്കുന്നു. അവൻ അതിനകത്ത് ഇല്ലാത്ത ദൈവങ്ങളൊന്നുമില്ല. പുലി, എലി, എന്ന എല്ലാ ടൈപ്പും അതിനകത്തുണ്ട്. പക്ഷെ സന്തോഷിപ്പിച്ചൊരു കാര്യം, ഇതിന്റെ എല്ലാം നടുക്ക് നമ്മുടെ യേശുവിന്റെ ഫോട്ടോ. അപ്പൊ ഞാൻ ചോദിച്ചു, അയ്യാ ഇതെന്നയ്യാ അന്തപ്പക്കം ഇന്തപ്പക്കം നീങ്ക ദൈവം, നടുക്ക് മാത്രം നമ്മ ദൈവം. അപ്പോ അയ്യ എന്നോട് പറഞ്ഞു, അയ്യാ ഇത് ரொம்ப പ്രമാദമായ കാര്യം. അന്തപ്പക്കം ഇന്തപ്പക്കം അവൻ നമ്മ ദൈവം, അവൻ ചിന്ന ദൈവം, നടുക്കിരിക്കുന്ന യേശു കടവുൾ പെരിയാണ്ടവൻ. മനസ്സിലായില്ലല്ലേ? അന്യഭാഷ പറയാത്ത, സ്നാനപ്പെടാത്ത അവൻ അയ്യാക്കറിയ യേശു ചെറിയവനല്ല, യേശു വലിയവനാണ്. ഇന്ന് രാത്രി പകൽ വേളയിൽ ലേനോപ്സൂതയില് ദൈവജനത്തോട് പറയുന്നു, നാം ആരാധിക്കുന്ന ദൈവം ചെറിയവനല്ല, നാം ആരാധിക്കുന്ന കർത്താവ് വലിയവനാണ്. അത് വിശ്വസിക്കാൻ കഴിയുന്നവർ മാത്രം ഇന്ന് പകൽ ദൈവത്തെ ആരാധിച്ചാൽ മതി. ഞാൻ കണ്ട ദൈവം എവിടെയെങ്കിലും കൊണ്ടുപോയി വെച്ചാൽ അനങ്ങാതിരിക്കുന്ന ഒരു തുണ്ടമല്ല. എന്റെ ദൈവത്തെ പോലെ വേറൊരു ദൈവമില്ല. ഒരു ഹല്ലേലൂയ ഒന്ന് ഉറക്കെ പറയാമോ? ഹല്ലേലൂയ. അവൻ അബ്രഹാമിന്റെ പുത്രനാണ്, അവൻ ദാവീദിന്റെ പുത്രനാണ്, അവൻ മനുഷ്യപുത്രനാണ്, അവൻ ദൈവപുത്രനാണ്. ഒരാമേൻ പറയാൻ പറ്റുമോ? ഈ പ്രസംഗിക്കുമ്പോ സഭ ഒരുമിച്ച് ആമേൻ പറഞ്ഞാൽ അത് അങ്ങനെ തന്നെ എന്ന ഒരു സ്വതന്ത്രം ചെയ്ത്
ഞാൻ ഒന്ന് പറയാം, 31 വർഷമായി ഞാൻ യേശുവിനെ പ്രസംഗിക്കുന്നേ. എന്നാൽ 20 വർഷങ്ങൾക്ക് മുമ്പ് ഞങ്ങൾ പ്രസംഗിച്ച പ്രസംഗമല്ല ഇന്നത്തെ പ്രസംഗരും പ്രസംഗം കേൾക്കുന്നവരും. 20 വർഷങ്ങൾക്ക് മുമ്പ് ഞങ്ങൾ പ്രസംഗിക്കും, നിങ്ങൾ കേൾക്കുമായിരുന്നു. എന്നാൽ കഴിഞ്ഞ 10 വർഷമായിട്ട് കേരളത്തിൽ ഞാൻ കണ്ടുകൊണ്ടിരിക്കുന്നത് പ്രസംഗം ഒരാളല്ല, സഭ ഒരുമിച്ച പ്രസംഗിക്കുന്നത്. അവിടെയാ വിടുതലുകൾ വ്യാപരിക്കുന്നത്. ഞാൻ ഇവിടെ നിന്ന് വെട്ടുമ്പോൾ എന്നോടൊപ്പം നിങ്ങൾ അവിടെ ഇരുന്ന് ഇന്ന് പകൽ വെട്ടാൻ തയ്യാറായാൽ പട്ടണത്തിൽ ഭരിക്കുന്ന ദുർഭൂതങ്ങളുടെ മേൽ ഒരധികാരം ദൈവം ഇന്ന് പകൽ കൽപ്പിച്ചാക്കും. ദൈവജനമേ, കഴിഞ്ഞ കുറെ വർഷമായിട്ട് ദൈവം എന്നെ ഉപയോഗിക്കുന്നത് സഭയുടെ ഗ്രോത്തിന് വേണ്ടിയാണ്, സഭയുടെ വിടുതലിന് വേണ്ടിയാണ്. അതുകൊണ്ട് ഇന്ന് പകൽ വേളയിൽ ഞാൻ പ്രവചിച്ചു പറയുന്നു, ഈ സഭയുടെ എണ്ണം ഇതിനകത്ത് വർദ്ധിക്കട്ടെ, ഇതിന് നടുച്ചുവരികൾ ഇതിനകത്ത് വർദ്ധിക്കട്ടെ. ദൈവം നൽകിയ ആത്മീയ അധികാരം ഉപയോഗിക്കേണ്ടവരൊക്കെ ഉപയോഗിച്ചോ, ചുമ്മാ ഇരിക്കരുത്. അവൻ ആരാണ്? അവൻ അബ്രഹാമിന്റെ പുത്രൻ, അവൻ ദാവീദിന്റെ പുത്രൻ, അവൻ ദൈവത്തിന്റെ പുത്രൻ, അവൻ മനുഷ്യ പുത്രനാണ്. അവൻ സാധാരണ ദൈവമല്ല. പ്രതികരിക്കാൻ കഴിയുന്നവർ പ്രതികരിക്കണം ദൈവമക്കളെ. ഇത് പാർട്ടിയുടെ പ്രസംഗമല്ല, ഇത് പാർട്ടി പ്രസംഗമല്ല. എനിക്ക് വേണ്ടി ജീവനെ തന്ന എന്റെ അരുമനാഥനിയ പ്രസംഗിക്കുന്നത്. അത് അനുഭവിച്ചവരുണ്ടെങ്കിൽ ഇതിനകത്ത് ഉമ്മയിരിക്കരുത്. ഞാൻ ഇങ്ങനെ പറയാ, ആത്മസാന്നിധ്യം വ്യാപരിച്ചാൽ നിനക്ക് ഓടണമെങ്കിൽ ഓടണം, ചാടണമെങ്കിൽ ചാടണം, നൃത്തം ചെയ്യണമെങ്കിൽ നൃത്തം ചെയ്യണം. എങ്ങനെയൊക്കെ ദൈവത്തെ ആരാധിപ്പാൻ നിയോഗം തരുന്നു, അതുപോലെ ദൈവത്തെ സ്തുതിച്ചേ കരമടിച്ച ദൈവത്തിന് നന്ദി പറ. അന്യഭാഷ പ്രാപിച്ച ദൈവജന അന്യഭാഷകളാൽ ദൈവത്തെ ആരാധിക്ക്. ഈ 12ാമത്തെ ദിവസം ദൈവമഹത്വം ചലിക്കുന്നു, ദൈവകൃപ ചലിക്കുന്നു, ദൈവ സാന്നിധ്യം ചലിക്കുന്നു. ഉടമന ഹൽക്കന ഘടകധന റിബൽ ഘടകം ധന ഹൽക്കന കടം ധനാധന. അന്യഭാഷയിൽ നിർത്തരുത്, അന്യഭാഷ പറഞ്ഞുകൊണ്ടിരിക്കുക. എനിക്കറിയാം ഇതിനകത്ത് ഇന്ന് പകൽ അന്യഭാഷ പറയുമ്പോൾ 24 കിലോമീറ്റർ ചുറ്റളവിൽ ഒരു വിടുതൽ വ്യാപരിക്കാൻ പോകുന്നു. 24 കിലോമീറ്റർ ചുറ്റളവിനകത്ത് ഒരു വിടുതൽ വ്യാപരിക്കുന്നു. ആത്മാവിനെ കാണിക്കുന്നുണ്ട് പറയുന്നു. ഇന്ന് പകൽ ഇതിനകത്ത് അന്യഭാഷ പറഞ്ഞ് ദൈവത്തെ ആരാധിക്കുമ്പോൾ 24 കിലോമീറ്റർ ചുറ്റളവിൽ ദൈവശക്തി വ്യാപരിക്കും. ഇവിടെ ഇരിക്കുന്ന കുഞ്ഞുങ്ങളുടെ മേലല്ല, ഇവിടെ ഇരിക്കുന്ന മക്കളുടെ മേലല്ല അഭിഷേകം ചലിക്കട്ടെ. അല്ല, അവൻ 30, 60 കഴിഞ്ഞവർ മാത്രമല്ല ആത്മശക്തി പ്രാപിക്കേണ്ടത്. ഒരു തലമുറ ഇതിനകത്ത് എഴുന്നേക്കണം, ഒരു തലമുറ ഇതിനകത്ത് എഴുന്നേക്കണം. ഞാൻ ആത്മാവി പ്രവചിച്ചു പറയുന്നു, ഒരു തലമുറ ഇതിനകത്ത് എഴുന്നേക്കട്ടെ. MDMA കിട്ടാത്തത്, കൈവശത്തിന് കിട്ടാത്തത്, അവൻ ആഭിചാരത്തിന് കിട്ടാത്തത് ഒരു തലമുറ ഇതിനകത്ത് എഴുന്നേക്കട്ടെ. ആത്മാവി പ്രവചിച്ചു പറ, എടാ പൈശാചിക മണ്ഡലമേ, എടാ ദുഷ്ടവ്യാപാരമേ, ഞങ്ങളുടെ തലമുറയെ നിനക്ക് കിട്ടത്തില്ല, ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ കിട്ടത്തില്ല. ദൈവസഭയെ നോക്കി ആത്മാവ് ഇടപെടുന്നു. ഒരധികാരമേറ്റട്, ഒരധികാരമേറ്റട്, ഒരധികാരമേറ്റട്. ദൈവസഭ ഒരധികാരമേറ്റട്. ചിലതിനെ ബ്രേക്ക്, ചിലതിനെ പൊട്ടിക്കാൻ, ചിലതിനെ ചമ്പലാക്കാൻ. പ്രാപിച്ചോ, പ്രാപിച്ചോ. ഇന്ന് പകൽ ഒരു ദൈവശക്തി നിങ്ങളുടെ മേൽ വ്യാപരിക്കാൻ പോകുക, നിങ്ങളുടെ മേൽ വ്യാപരിക്കാൻ പോകുക. ഒരു ദൈവമഹത്വം ഇന്ന് പകൽ വ്യാപരിക്കുക. ഉടമന ഹൽക്കന ഘടകധന ഹൽക്കന ഘടക ജാന ഘടകധന റിബല ഘടക ധുന രകൽക്കടെ അന്തൽ ഘടകക്ഷന. അന്യഭാഷ മാറാൻ പോകുക. അവ ഇന്നലെ വരെ അന്യഭാഷ പറഞ്ഞുകൊണ്ടിരുന്ന നിങ്ങൾ അന്യഭാഷകൾ അവ പറഞ്ഞാരാധിക്കാൻ പോകുക. അന്യഭാഷകൾ അധരങ്ങളുടെ മേൽ അന്യഭാഷകൾ വെളിപ്പെടുക. അന്യഭാഷകൾ, 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 അന്യഭാഷകൾ. ആമേൻ. ദൈവത്തിന്റെ വചനം പറയുന്നു. ആമേൻ. സൈന്യങ്ങളുടെ യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു, വിക്കി വിക്കി പറയുന്ന അധരങ്ങളാൽ ഞാൻ ഈ ജനത്തോട് സംസാരിക്കും, ഞാൻ ഈ ജനത്തോട് അന്യഭാഷകളിൽ സംസാരിക്കും. ഇതാകുന്നു അവരുടെ സ്വസ്ഥത. അന്യഭാഷകളിൽ ഇന്ന് പകൽ ദൈവസഭയെ ആരാധിക്കുമ്പോൾ പട്ടണത്തിൽ ഭരിക്കുന്ന ദുർഭൂത ശക്തികൾ ഇന്ന് അഴിയാൻ പോകുക. ദൈവത്തിന്റെ വചനം പറയുന്നു, നിങ്ങൾ ഭൂമിയിൽ കെട്ടുന്നത് സ്വർഗത്തിൽ കെട്ടപ്പെടും, നിങ്ങൾ ഭൂമിയിൽ അഴിക്കുന്നത് സ്വർഗത്തിൽ അഴിഞ്ഞിരിക്കും. സകല എല്ലാറ്റിലും നിറയ്ക്കുന്ന അവനെ നിറവായിരിക്കുന്ന ദൈവസഭയ്ക്ക് അവൻ അധികാരം കൊടുത്തിരിക്കുന്നു. ദേശം നിയന്ത്രിക്കുന്നത് ദൈവസഭയാണ്, ദേശത്ത് നിയന്ത്രിക്കുന്നത് ദൈവസഭയാണ്. വിശ്വസിക്കുന്നവർ ഇന്ന് പകൽ ആരാധിച്ചോ. ആരും കാണികളായി നിൽക്കരുത്, ആരും കണ്ടിട്ട് പോകാൻ നിൽക്കരുത്. ഇത് കാണാനുള്ള സമയമല്ല.
ഉടവന രഗദൽ ഘടകജന രഗാധന ഉടി പന തലേ രഗേ ഹൽക രബന്ധേ രംസി ഹൽക ജന രഗാധന. ദൈവ സാന്നിധ്യം ചലിക്കട്ടെ, ദൈവ സാന്നിധ്യം ചലിക്കട്ടെ, ദൈവ മഹത്വം ചലിക്കട്ടെ, ദൈവ ശക്തി ചലിക്കട്ടെ, ദൈവ സാന്നിധ്യം ചലിക്കട്ടെ, ദൈവത്തിന്റെ മഹത്വം ഇന്ന് മക ചലിക്കട്ടെ, ചലിക്കട്ടെ. രാജാവുള്ളിടത്ത് രാജകോലാഹലമുണ്ട്, രാജാവുള്ളിടത്ത് രാജകോലാഹലമുണ്ട്, രാജാവുള്ളിടത്ത് രാജകോലാഹലമുണ്ട്. ദൈവത്തിന്റെ വചനം പറയുന്നു, ഇതാ തനിച്ച് പാർക്കുന്ന ജനം അവൻ ജാതികളുടെ കൂട്ടത്തിൽ എണ്ണപ്പെടുന്നില്ല. ഇതാ തനിച്ച് പാർക്കുന്ന ജനം അവൻ ജാതികളുടെ കൂട്ടത്തിൽ എണ്ണപ്പെടുന്നില്ല. ദൈവത്തിന്റെ വചനം പറയുന്നു, ആമേൻ ആമേൻ, അവരുടെ അകത്ത് കാട്ടുപോത്തിന്റെ ബലമുണ്ട്. കാട്ടുപോത്തിന്റെ ബലം, കാട്ടുപോത്തിന്റെ ബലം, കാട്ടുപോത്തിന്റെ ബലം, കാട്ടുപോത്തിന്റെ ബലം. ആമേൻ. ലേണം ചൂതയെ നോക്കി ആത്മാവിനെ പ്രവചിച്ചു പറയുന്നു, ഇതിനകത്ത് യഹൂദ ഗോത്രത്തിലെ സിംഹമായവനുണ്ട്. അവൻ ഉള്ളത് കൊണ്ട് ഈ പകൽ വിശ്വസിച്ച് ആമേൻ പറ. കാട്ടുപോത്തിന്റെ ബലം, കാട്ടുപോത്തിന്റെ ബലം, കാട്ടുപോത്തിന്റെ ബലം. അബ്രഹാമിന്റെ പുത്രൻ യേശു, അബ്രഹാമിന്റെ പുത്രൻ യേശു, ദാവീദിന്റെ പുത്രൻ യേശു, മനുഷ്യപുത്രൻ യേശു, ദൈവത്തിന്റെ പുത്രൻ. ഓ, ഈ കുഞ്ഞുങ്ങളുടെ മേലല്ല അഭിഷേകം ചലിക്കട്ടെ. ഈ 12ാമത്തെ ദിവസം, ഈ 12ാമത്തെ ദിവസം ഈ ആലയത്തിനകത്ത് കൃപാവരങ്ങൾ ഓപ്പറേറ്റ് ചെയ്യട്ടെ, കൃപാവരങ്ങൾ ഓപ്പറേറ്റ് ചെയ്യട്ടെ, കൃപാവരങ്ങൾ ഓപ്പറേറ്റ് ചെയ്യട്ടെ, കൃപാവരങ്ങൾ ചൊലിക്കട്ടെ, കൃപാവരങ്ങൾ ചൊലിക്കട്ടെ. ദൈവത്തിന്റെ വചനം പറയുന്നു, മൂപ്പന്മാരുടെ കൈവപ്പിനാൽ നിന്നിലുള്ള കൃപാവരങ്ങൾ ഇന്ന് ചൊലിക്കട്ടെ, ചൊലിക്കട്ടെ, ചൊലിക്കട്ടെ. മൂപ്പന്മാരുടെ കൈവപ്പിനാൽ നിന്നിലുള്ള കൃപാവരങ്ങൾ ഇന്ന് വക ചൊലിക്കട്ടെ. ഒരതിശക്തമായ ഒരു ശുശ്രൂഷ ദൈവം നിന്റെ മേൽ ഏൽപ്പിക്കാൻ പോകുക. എന്നോട് കർത്താവ് പറയുന്നു, അവൻ രാജാക്കന്മാരുടെ അരക്കച്ച അഴിക്കേണ്ടതിന് ദൈവത്തിന്റെ അഭിഷേകം ഈ മനുഷ്യന്റെ മേൽ ദൈവം പകരാൻ പോകുക. അധികാരികളുടെ നടുവിൽ അധികാര കസേരയിരിക്കുന്നവരോട് ദൈവത്തിന്റെ അരുളപ്പാട് പറയുക. ദൈവത്തിന്റെ കര ദൈവദാസനെ ചലിക്കാൻ പോകുക. കസേരയിലിരിക്കുന്ന അധികാരമുള്ള ചിലതിനെ കർത്താവിന്റെ നാമത്തിൽ പിടിച്ചിറക്കാൻ ഒരഭിഷേകം ഇന്ന് മക ചലിക്കുക. ആരുടക്കെയോ ഇന്ന് മക ദൈവം ഇടപെടുകയ, ദൈവം ഇടപെടുകയ. ഒരസാധാരണ ദൈവശക്തി, ഒരസാധാരണ ദൈവപ്രവൃത്തി. പ്രാപിച്ചോ, പ്രാപിച്ചോ, പ്രാപിച്ചോ. അന്യഭാഷ പറഞ്ഞ് കരമടിക്കാൻ പറ്റുമെങ്കിൽ കരമടിക്ക്. ജീവനെ തന്നില്ലേ, ആയുസ് തന്നില്ലേ, ആരോഗ്യം തന്നില്ലേ. പലരും മെഡിക്കൽ ടെസ്റ്റിൽ കിടക്കുമ്പോ, പലരും ഹോസ്പിറ്റലിൽ കിടക്കുമ്പോ ഇന്ന് മക ജീവനുള്ള ദൈവത്തെ ആരാധിപ്പാൻ ദൈവ കൃപ ചെയ്തില്ലേ? കരം തട്ടി ദൈവത്തെ സ്തുതിച്ച്. Oh, Ribanaga Junaragan Tega, Alcanatala Setele, Handel Potion Talagadala, Alcanagaga Janagaga Tudada, Hallelujah, Hallelujah, Ribanaga Setele Regadele, Hallelujah. Hallelujah. ദൈവമക്കളെ, നാം ആരാധിക്കുന്ന ദൈവം ആര് എന്ന് മനസ്സിലാക്കി ഇന്ന് പകൽ ദൈവത്തിന് മഹത്വം കൊടുക്കണം. ഒരാമേൻ പറഞ്ഞേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഒരു 6 മാസമായിട്ട് ഒരൊറ്റ ദിവസമില്ലാതെ ഞാൻ യേശുവിനെ പ്രസംഗിക്കുക. 6 മാസമായി കണ്ടിന്യൂസായി യേശുവിനെ പ്രസംഗിക്കുക. ആമേൻ. ശബ്ദം എനിക്ക് ഒട്ടും എടുക്കാൻ പറ്റുന്നില്ല. എങ്കിലും എന്തുകൊണ്ടാണ് ഇത്ര ശബ്ദത്തിൽ സ്തുതിക്കുന്നറിയാമോ? ഈ ദൈവത്തെ പോലെ വേറൊരു ദൈവം ഇല്ല ദൈവമക്കൾ. ഹല്ലേലൂയ. ഞാനൊന്ന് പറയട്ടെ. ആമേൻ, സ്തോത്രം. എബ്രായ ലേഖനത്തിൽ എബ്രായ വിശ്വാസികളോട് പറയാണ്, അല്ലയോ എബ്രായ വിശ്വാസികളെ, നിങ്ങൾ വിചാരിക്കുന്ന പോലെ ഒരു ദൈവമൊന്നുമല്ല ഈ ദൈവം. അവൻ അത്ഭുത മന്ത്രിയാണ്. ഹല്ലേലൂയ.
അവൻ ആരാന്ന് ഇന്ന് പകൽ തിരിച്ചറിയണം കേട്ടോ. ഞാൻ എന്നെ മെസ്സേജ് എടുത്തെങ്കിലും ആ മെസ്സേജിൽ നിന്ന് ചില കാര്യം ഒന്ന് പറഞ്ഞിട്ട് നമുക്ക് തിരിച്ചു വരാം. എബ്രായ വിശ്വാസികളോട് പൗലോസ് പറയുന്ന ആമൻ ഒന്നാമത്തെ കാര്യമുണ്ട്. എന്താണെന്നറിയാമോ? 1-ാം അധ്യായത്തിന്റെ ഏകദേശം 1, 2, 3, 4, 5 അധ്യായങ്ങളിൽ 5 വാക്യങ്ങളിൽ പൗലോസ് പറയുന്ന ഒരു 7 കൂട്ടം കാര്യമുണ്ട്. അതിൽ 1-2 പറയാം. ഒന്ന്, പൗലോസ് പറയാണ് അവൻ സകലത്തിലും അവകാശിയാണ്. അവൻ സകലത്തിലും ആരോ? എന്റെ തമ്പുരാൻ സകലത്തിനും അവകാശിയാണ്. ഏതെല്ലാം നിലയിൽ? അബ്രഹാമിന്റെ സന്തതി എന്ന നിലയിൽ, ദാവീദിന്റെ പുത്രൻ എന്ന നിലയിൽ, അവൻ ദൈവപുത്രൻ എന്ന നിലയിൽ, മനുഷ്യപുത്രൻ എന്ന നിലയിൽ അവൻ സകലത്തിലും അവകാശിയാണ്. വേണമെങ്കിൽ ദൈവമക്കൾക്ക് മനസ്സിലാക്കാൻ ഞാൻ ഒന്ന് പദം തൊടാം. അബ്രഹാമിന്റെ സന്തതി എന്ന നിലയിൽ പാലസ്തീന്റെ മേൽ അവനൊരു അവകാശമുണ്ട്. ആമേൻ. ഇസ്രായേൽ എന്ന ദേശത്തേക്ക് ദൈവത്തിന് ഒരവകാശമുണ്ട്. ആരെല്ലാം എന്തെല്ലാം കളിച്ചാലും ഇസ്രായേലിനെ തൊടാൻ കഴിയത്തില്ല. കാരണം അതിന്റെ അവകാശി ദൈവമാണ്. അവകാശമുള്ളവൻ അബ്രഹാമിന്റെ സന്തതി എന്ന നിലയിൽ പാലസ്തീന്റെ മേൽ അധികാരമുള്ളവൻ. ഇനി അടുത്തത് യേശുവിനെ കുറിച്ച് എബ്രായ ലേഖനം പറയുന്നു അവൻ ദാവീദിന്റെ പുത്രൻ, ദാവീദിന്റെ സന്തതി. എന്തുകൊണ്ട് അങ്ങനെ പറഞ്ഞത്? സിംഹാസനങ്ങളാകട്ടെ, കർത്തൃത്വങ്ങളാകട്ടെ, വാഴ്ചകളാകട്ടെ, സകലതും അവന് വേണ്ടിയും അവനായിട്ടും സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നു. ദാവീദിന്റെ സന്തതിക്ക് ഒരധികാരമുണ്ട്. ഒരു സ്വതന്ത്രം പറ. ദാവീദിന്റെ സന്തതിക്ക് എന്തുണ്ട് മോനെ? ഒരധികാരമുണ്ട്. എല്ലാവരും ഒരു ഹല്ലേലൂയ എന്ന് പറ. എനിക്ക് ഭയങ്കര ആവേശം അത് പറയുമ്പോ. അബ്രഹാമിന്റെ പുത്രൻ എന്ന നിലയിൽ പാലസ്തീന്റെ മേൽ ഒരധികാരമുണ്ട്. ദാവീദിന്റെ സന്തതി എന്ന നിലയിൽ സിംഹാസനൂഢനായ കർത്താവിന് ഒരധികാരമുണ്ട്. ഇനി മനുഷ്യപുത്രൻ എന്ന നിലയിൽ എന്റെ മേലും നിന്റെ മേലും എന്റെ ദൈവത്തിന് ഒരധികാരമുണ്ട്. ഒന്നുകൂടി പറയാ, മനുഷ്യപുത്രൻ എന്ന പേരിൽ എന്റെ മേലും നിങ്ങളുടെ മേലും ദൈവത്തിന് എന്തുണ്ട്? ഒരധികാരമുണ്ട്. അങ്ങനെയാണെങ്കിൽ കുറച്ചുകൂടി കയറ്റി പറയാ, ആ അധികാരം മനുഷ്യപുത്രന്റെ മേലുള്ളത് കൊണ്ടല്ലേ ആലയത്തിലേക്ക് കയറി വന്ന യേശു തമ്പുരാൻ കൂനിയായി നിൽക്കുന്ന അമ്മയോട് പറയുന്നു, സ്ത്രീയെ നിന്റെ രോഗബന്ധനം അഴിഞ്ഞിരിക്കുന്നു. നിന്റെ രോഗബന്ധനം. മനുഷ്യപുത്രൻ എന്ന നിലയിൽ എന്റെ മേൽ നിങ്ങളുടെ മേൽ എന്റെ തമ്പുരാൻ അധികാരമുണ്ട്. ഒരു ഹല്ലേലൂയ ഒന്നിറക്കി പറ. ഞാൻ ഈ ദൂത് പറയുന്നതിനിടക്ക് ഇതിനകത്ത് അസാധാരണ സൗഖ്യം നടക്കും. കഴിഞ്ഞ ദിവസമൊക്കെ പ്രസംഗിച്ചുകൊണ്ടിരുന്നപ്പോൾ 2 കിഡ്നിയും ഫെയിലായി പോയി. മെസ്സേജ് കേട്ടുകൊണ്ടിരുന്നു. അവൻ ലൈവിലൂടെ മെസ്സേജ് കേട്ടുകൊണ്ടിരുന്ന ന്യൂയോർക്കിലുള്ള ഒരു ആന്റിയുടെ 2 കിഡ്നിയും അവൻ പ്രവർത്തനരഹിതമായത് മെസ്സേജിനിടക്ക് പ്രവർത്തനം ആരംഭിച്ചു. പിറ്റേ ദിവസം സ്കാൻ ചെയ്തപ്പോൾ ദൈവം അത്ഭുതം ചെയ്തു. അങ്ങനെയാണെങ്കിൽ ഇന്ന് മകൾ ശരീരത്തിന്റെ മേൽ ഒരധികാരമുണ്ട്. വിശ്വസിക്കുന്നവരാമേൻ പറ. ആരും വായടക്കി വെക്കരുത്, ആരും നാവടക്കി വെക്കരുത്. അന്യഭാഷ പറഞ്ഞുകൊണ്ടിരിക്കുക, ദൈവത്തെ സ്തുതിച്ചുകൊണ്ടിരിക്കുക. മനുഷ്യപുത്രൻ എന്ന നിലയിൽ ദൈവത്തിന്റെ വചനം പറയുന്നു അവന് നമ്മളുടെ മേൽ ഒരധികാരമുണ്ട്. എല്ലാരും പറഞ്ഞു എന്റെ മേൽ ഒരു അധികാരമുണ്ട്. പറ, എന്റെ മേൽ എന്റെ യേശുവിന് ഒരു അധികാരമുണ്ട്. ഞാൻ ഈ കഴിഞ്ഞ ദിവസം യേശുവിന്റെ ക്രൂശ് മരണവുമായി ബന്ധപ്പെട്ട് ഒരു മെസ്സേജ് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ കർത്താവ് എന്നോട് പറഞ്ഞു, എടാ ദൈവസഭയോട് ഇത് പഠിപ്പിക്ക്, ദൈവസഭയോട് ഇത് പറ. എന്താ പറയേണ്ടത്? യേശു ചുമന്നുകൊണ്ട് പോയ 3 കാര്യങ്ങളുണ്ട്. വേദപുസ്തകത്തിൽ യേശു ചുമന്നു എന്ന് പറയുന്നത് 3 കാര്യമാണ്. 3 കാര്യമേ യേശു ചുമന്നുള്ളൂ. ഒന്ന്, താൻ തന്നെ കുരിശ് ചുമന്ന് ഗൊൽഗോഥയിലെത്തി. താൻ ചുമന്ന 1, കുരിശ് ചുമന്ന് അവൻ ഗൊൽഗോഥയിലെത്തി. 2, അവൻ ചുമന്നത് നമ്മുടെ പാപങ്ങളെ ചുമന്ന് ഗൊൽഗോഥയിലെത്തി. 3ാമത് ചുമന്നത് എന്താണെന്നറിയാമോ? യെശയ്യാ 53 പറയുന്നു, നമ്മുടെ വ്യാധികൾ, നമ്മുടെ രോഗങ്ങളെ അവൻ ചുമന്നു. അങ്ങനെയാണെങ്കിൽ നീ ചുമക്കണ്ട കേട്ടോ, അവൻ ചുമന്നിട്ടുണ്ട്. ക്യാൻസർ നീ ചുമക്കണ്ട. ഒരു ഹല്ലേലൂയ പറയൂ പൈതലേ. ട്യൂമർ നീ ചുമ
ചുമക്കണ്ട, അസ്വസ്ഥതകൾ നീ ചുമക്കണ്ട. ചുമന്നവൻ ഇന്ന് പകൽ ഇതിന്റെ നടുവിലുണ്ട്. അവൻ രോഗം ചുമന്നെങ്കിൽ, അവൻ അകൃത്യം ചുമന്നെങ്കിൽ, അവൻ പാപം ചുമന്നെങ്കിൽ, നീ ചുമക്കണ്ട. ഈ പകൽ നീ ശാരീരികമായി ഫ്രീ ആകാ. ഒരു ഹല്ലേലൂയ ഉറക്കെ പറ ദൈവമക്കളെ. ആരോടൊക്കെയോ പരിശുദ്ധാത്മാവിൽ ഞാൻ വചനത്തിലൂടെ പ്രവചിച്ചു പറയുന്നു, രണ്ടുപേരും കൂടി ഉറക്കം നിൽക്കണ്ട, രണ്ടുപേരും കൂടി ഉറക്കമിളക്കണ്ട. മനസ്സിലായില്ലല്ലേ? അവൻ നിന്റെ വീട്ടിനകത്ത് രണ്ടുപേർ ഉറക്കം നിൽക്കണ്ട, രണ്ടുപേർ ഉറക്കമിളക്കണ്ട. മനസ്സിലായില്ലല്ലേ? ദൈവത്തിന്റെ വചനം പറയുന്നു, ഇസ്രായേലിന്റെ പരിപാലകൻ മയങ്ങുന്നില്ല, അവൻ ഉറങ്ങുന്നില്ല. നിന്റെ വീട്ടിനകത്ത് അവൻ മയങ്ങാതിരിക്കുമ്പോൾ നീ എന്തിനാ ഉറങ്ങാതിരിക്കുന്നത്? അവൻ ഉറങ്ങാതിരിപ്പുണ്ട്, നീ സുഖമായി കിടന്നുറങ്ങ്. അതുകൊണ്ട് ബൈബിൾ പറയുന്നു, അവൻ സമാധാനത്തോടെ കിടന്നുറങ്ങും. സീസർ അഭിഷിക്തനെ പരിശുദ്ധാത്മാവിൽ ഞാൻ പ്രവചിച്ചു പറയുന്നു, ഇന്നു മുതൽ ഇതിനകത്ത് ശക്തമായ ഹീലിംഗ് സ്റ്റാർട്ട് ചെയ്യാൻ പോകുകയാണ്. ഹീലിംഗ് സ്റ്റാർട്ട് ചെയ്യാൻ പോകുകയാണ്. അവൻ പ്രസംഗിക്കുന്ന വചനം അതങ്ങനെ തന്നെ എന്ന് ഉറപ്പിക്കേണ്ടതിന് സൗഖ്യം നടക്കണം, രോഗികൾ സൗഖ്യമാകണം, ട്യൂമറുകൾ സൗഖ്യമാകണം, ക്യാൻസറുകൾ സൗഖ്യമാകണം. ഈ പകൽ ഒരത്ഭുത വിടുതൽ ഇതിനകത്ത് സംഭവിക്കണം. എന്നോട് പരിശുദ്ധന്ന് പറയുന്നു, ചില രോഗത്തിന്റെ കെട്ടുകൾ ഇന്ന് മകൾ അഴിയുന്നു. ഏറ്റെടുക്കേണ്ടവർ ഏറ്റെടുത്തോ. ഈ ആരാധന കഴിഞ്ഞ് ഈ 12ാമത്തെ ദിവസം നീ തിരിച്ചു പോകുന്നത് സൗഖ്യത്തോടെ ആയിരിക്കും, ആരോഗ്യത്തോടെ ആയിരിക്കും. Thank you Jesus. Thank you Jesus. സിസ്റ്റർ ഒന്ന് എഴുന്നേറ്റ് നിൽക്കാമോ? ബ്ലാക്ക് ഷാള് സിസ്റ്റർ തന്നെ നിന്റെ മേൽ കത്തിവെക്കാൻ ദൈവം അനുവദിക്കത്തില്ല. അവൻ ഒന്ന് മുന്നോട്ട് ഓടി വന്നേ. പരിശുദ്ധാത്മാവ് ഇന്ന് പകൽ ആലോചന പറയുന്നു, നിന്റെ മേൽ കത്തി വെക്കാൻ ദൈവം അനുവദിക്കയില്ല. ഒരസാധാരണ ദൈവകൃപ ഇന്ന് പകൽ ചലിക്കും. അവൻ നാളുകളായി നിന്റെ ശരീരത്തെ ബന്ധിച്ച ആ രോഗശക്തി ഇന്ന് പകൽ അഴിയാൻ പോകുക. കൈ തൊടാതെ ഒരു ശസ്ത്രക്രിയ ദൈവം ചെയ്യാൻ പോകുക. കൈ തൊടാതെ നിന്റെ ശരീരത്തിന്റെ മേൽ ഒരു വിടുതൽ ഈ പകൽ എന്റെ ദൈവം കൽപ്പിക്കാം. അവൻ ഇവരുടെ കുടുംബത്തിന്റെ അകത്ത് ഒരു ഭയങ്കര ദൈവ പ്രവൃത്തി ഇന്ന് ആരംഭിക്കാൻ പോകുക. ഇവരുടെ കുടുംബം ഇവിടെ ഉണ്ടോ? ആമേൻ. കുടുംബം ഇവിടെയുണ്ട്. തമിഴ്നാടുമായി ബന്ധപ്പെട്ട് എന്തോ ഒരു തമ്പുരാൻ ഒരു ദൂത് എന്നോട് പറയുന്നു. ആമേൻ. ഇന്ന് പകൽ നിങ്ങളുടെ കുടുംബത്തിനകത്ത് കിടക്കുന്ന ചില ആഭിചാരം ദൈവം പൊട്ടിക്കാൻ പോയി. ഒന്ന് വന്നേ പൊട്ടാൻ പോയി. നാളുകളായി ഇട്ടിരിക്കുന്ന ഒരാഭിചാര മണ്ഡലം അഴിയട്ടെ. ആഭിചാരത്തിന്റെ കെട്ടുകൾ ഒന്ന് കൈവച്ച് പ്രാർത്ഥിച്ച് അഭിഷിക്തനെ, ഒരാഭിചാര കെട്ടുകൾ ഇന്ന് പകൽ ദൈവം പൊട്ടിക്കാൻ പോകുക. അതനാ ജനകടകൾ ഘടകധന അൽഘടകടകധന മരണത്തെ മുഖാമുഖമായി കണ്ട് ജീവിക്കണ്ട, എനിക്ക് മരിച്ചാൽ മതി എന്ന് പറഞ്ഞ് നിന്റെ ജീവിതത്തെ എന്നേക്കുമായി തകർത്ത് കളയാൻ പിശാചിട്ട ചില പദ്ധതികൾ ഇന്നൊക്കെ പൊട്ടുന്നു. കൈവശ ശക്തികൾ യേശുവിന്റെ നാമത്തിൽ അഴിയട്ടെ. അഴിയട്ടെ. ചില കുടുക്കിൽപ്പെടുത്തിയതുപോലെ നിന്റെ കാലുകളെ കുടുക്കിൽപ്പെടുത്തി, പക്ഷിയെ വലക്കകത്ത് കുടുക്കിയതുപോലെ നിന്നെ കുടുക്കിയ ചില കെട്ടുകൾ ഇന്ന് പകൽ എന്റെ ദൈവം അഴിക്കുന്നു. വിശ്വസിക്കുന്ന ദൈവജനം ഇന്ന് പകൽ കരമടിച്ച് ദൈവത്തെ സ്തുതിച്ച്
കരമടിച്ച് ദൈവത്തിന് നന്ദി പറയാൻ കഴിയുമോ? സൗരങ്ങളെ, ഇന്ന് പകൽ ഒരു ദൂതുകൂടി ഞാൻ വിളിച്ചു പറയുന്നു. അവൻ അബ്രഹാമിന്റെ സന്തതി, പാലസ്തീന്റെ മേൽ ഒരു അധികാരം. അവൻ ദാവീദിന്റെ സന്തതി, സകലത്തെ സിംഹാസനങ്ങളുടെ മേൽ ഒരധികാരം. 3, അവൻ മനുഷ്യപുത്രൻ എന്ന നിലയിൽ ഒരധികാരം. എന്താണ്? എൻ്റെ മേലും നിങ്ങളുടെ മേലും ദൈവത്തിനൊരു അധികാരമുണ്ട്. അതിന് ഹല്ലേലൂയ പറയ്. അല്ലേ? എൻ്റെ മേലും നിങ്ങളുടെ മേലും ഒരു അധികാരമുണ്ട്. സ്തോത്രം ചെയ്യാൻ പറ്റുമോ നിങ്ങൾക്ക്? അതുകൊണ്ടാണ് പക്ഷപാതക്കാരനോട് പറയുന്നു, കിടക്കയെടുത്ത് നടക്ക. ഇതുപോലെ ഉലകത്തിൽ ആർക്കും പറയാൻ കഴിയത്തില്ല, അവൻ എൻ്റെ മേലൊരു അധികാരമുണ്ട്. ഇത് പറയുന്ന കൂട്ടത്തിൽ സഹജ ഞാൻ എൻ്റെ ഉള്ളത്തിൽ ഓടി വരുന്ന ഒരു കാര്യമുണ്ട്. ഇതുപോലെ തന്നെ 4 ചോദ്യമുള്ളത് തന്നെ വേദപുസ്തകത്തിൽ പ്രധാനപ്പെട്ട ഒരു 3 ചോദ്യം ഒരൊറ്റ സ്ഥലത്ത് ഒരേ ശബ്ദത്തിൽ കിടപ്പുണ്ട്. എങ്ങനെയാണെന്നറിയാമോ? 1, പെസഹായുടെ പെരുന്നാളിൽ കഴുതക്കുട്ടിയുടെ പുറത്ത് വാഹനമേറി ആലയത്തിലേക്ക് പ്രവേശിച്ചു വരുമ്പോൾ, കഴുതക്കുട്ടിയുടെ പുറത്ത് വാഹനമേറി വരുന്നത് തമ്പുരാനെ കണ്ടിട്ട് എല്ലാരും കുരുത്തോല പിടിച്ച് ഓസന്ന പാടി അവരുടെ വസ്ത്രങ്ങൾ വഴിയറമ്പിൽ ഇട്ട് അവനെ ആരാധിച്ചുകൊണ്ടിരുന്നപ്പോൾ വിശുദ്ധ ബൈബിൾ പറയുന്നു, പട്ടണം മുഴുവൻ ഇളകി മറിഞ്ഞു. പട്ടണം മുഴുവൻ എന്ത് ചെയ്തു? ഇളകി മറിഞ്ഞു. പട്ടണം മുഴുവൻ ഇളകി മറിയുന്നത് കണ്ടിട്ട് അന്നത്തെ പുരോഹിതന്മാരും ന്യായശാസ്ത്രിമാരും ചോദിച്ചൊരു ചോദ്യമുണ്ട്, പട്ടണത്തെ മുഴുവൻ ഇളക്കി മറിക്കുന്ന ഈവൻ, സഭ ഒരുമിച്ച് പറ, പട്ടണത്തെ മുഴുവൻ ഇളക്കി മറിക്കുന്ന ഇവൻ ആര്? ഇന്ന് പകലൊന്ന് വിളിച്ചു പറ, പട്ടണത്തെ ഇളക്കി മറിക്കുന്ന ഈവൻ ആര്? അന്ന് സന്ധ്യയായപ്പോൾ അക്കരയ്ക്ക് പോകാൻ കൽപ്പിച്ചു. പടകിൽ കയറി. പടകിനെതിരെ കാറ്റും കോളും അടിച്ചു. ശക്തമായ കൊടുങ്കാറ്റടിച്ച് ആടി ഉലയുന്ന കടത്തിരമാലയെ കണ്ട് അമരത്ത് തലയണ വെച്ചവൻ ചാടി എഴുന്നേറ്റ് കാറ്റിനെ ശാസിച്ചു. കടലിനോട് ശാന്തമാകാൻ പറഞ്ഞപ്പോൾ കണ്ട് പ്രവിച്ച ശിഷ്യന്മാർ പറയുന്നു, കാറ്റും കടലും ഇവനെ അനുസരിക്കുന്നു. ഇവൻ പോരാ സഹോദരന്മാരുടെ സൈഡിൽ ശബ്ദം ഉയരണം. ഒന്ന് പറഞ്ഞേ, കാറ്റും കടലും ഇവനെ അനുസരിക്കുന്ന ഇവൻ ആരോ? അതാണ് പക്ഷപാതക്കാരനോട് കിടക്കയെടുത്ത് നടക്ക, പാപം മോചിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ അവർ പറയാണ്, ഭൂമിയിൽ പാപങ്ങളെ മോചിക്കുന്ന ഇവൻ. സന്തോഷമുണ്ടോ ദൈവമക്കളെ? ഇവൻ ആരെന്ന് 3 പ്രാവശ്യം പുസ്തകത്തിൽ ചോദിച്ചു. അതിന് മറുപടി മഹാപുരോഹിതൻ പറഞ്ഞില്ല. അതിന് മറുപടി പത്രോസ് പറഞ്ഞില്ല. അതിന് മറുപടി പറഞ്ഞത് അന്നത്തെ ഗവർണറാണ്. പുള്ളി പറഞ്ഞു, നിങ്ങൾ ചോദിച്ചില്ലേ ഇവൻ ആരെന്ന്? ഞാൻ പറയുന്നു, പറയല്ല, ഞാൻ എഴുതി വെക്കുന്നു, ഇവനാണ് യഹൂദന്മാരുടെ രാജാവ്. ഒടുവിൽ യേശുവിനെ കുറിച്ച് പറയുന്നു, അവൻ മനുഷ്യപുത്രനാണ്. മറക്കല്ലേ, അബ്രഹാമിന്റെ പുത്രൻ. അവൻ ഇബ്രാഹിം ലേഖനം പഠിപ്പിക്കുന്ന 4 കാര്യം. അബ്രഹാമിന്റെ പുത്രൻ, ദാവീദിന്റെ പുത്രൻ, മനുഷ്യപുത്രൻ, ഒടുവിൽ ദൈവത്തിന്റെ പുത്രൻ. സ്വതന്ത്രം. ഞാൻ നിങ്ങളൊരു കാര്യം പറയാം. ഈ വചനം ശുശ്രൂഷിക്കുമ്പോൾ ശക്തമായി ആത്മതലം വ്യാപരിച്ചാൽ നിങ്ങൾ എഴുന്നേറ്റ് നൃത്തം ചെയ്യുകയോ തുള്ളിച്ചാടിയോ ഒക്കെ ചെയ്യണം. ഞാൻ ഈ കഴിഞ്ഞ ദിവസം എവിടെയോ പ്രസംഗിക്കാൻ പോയ സമയത്ത് ഞാൻ ഇങ്ങനെ ഒരു കാര്യം പറഞ്ഞു. ഇന്ന് ആത്മശക്തിയാൽ ഒരുത്തൻ ഓടിയാൽ, ഒരുത്തൻ ചാടിയാൽ, ഒരുത്തൻ തുള്ളിയാൽ, ഒരുത്തൻ അന്യഭാഷ പറഞ്ഞ് നൃത്തം ചെയ്താൽ അതൊക്കെ സോഷ്യൽ മീഡിയയിൽ പിടിച്ച് അതിനെതിരെ പൊങ്കാല ഇടാൻ വരുന്ന ഒരുപാട് പേരുണ്ട്. അവർ കേൾക്കാൻ ഒരു കാര്യം പറയാം, ഇടോ ഇപ്പോഴത്തെ ഈ ചാട്ടമൊന്നും അല്ലായിരുന്നു പണ്ടത്തെ ചാട്ടം. മനസ്സിലായില്ലല്ലേ? ഇപ്പൊ ചാടുന്നത് കുറവാന്നേ. എന്നാല് പെന്തക്കോസ്തിന്റെ ആരംഭകാലം നിങ്ങളൊന്ന് പഠിച്ചു നോക്ക്. തെക്കൻ തിരുവിതാംകൂറിലൊക്കെ ആരാധിച്ചുകൊണ്ടിരുന്നപ്പോ ദൈവശക്തി വന്നിട്ട് ഏറ്റവും പീലിപ്പോസ് ഉപദേശിയൊക്കെ ആരാധനാലയത്തിൽ നിന്ന് ഇറങ്ങി ഓടി അവ പാടം ചുറ്റി 2 റൗണ്ട് ഓടിയിട്ട് വന്നിരുന്ന് ആരാധിച്ചേ.
ജോപാർഷ കാര്യം മനസ്സിലായോ? നമ്മൾ മടിയന്മാരാന്നേ, നമ്മൾ അങ്ങനെ ഒന്നും ചെയ്യുന്നില്ല. ആദ്യ നൂറ്റാണ്ടിന്റെ അനുഭവത്തിൽ ജനം ആരാധിച്ചിട്ട് ആത്മസാന്നിധ്യത്താൽ പറമ്പ് മുഴുവൻ ഓടി, ആലയം മുഴുവൻ ഓടി, ഉരുണ്ട് കിടന്ന് ആരാധിച്ചു. ഇന്ന് പകൽ ഒരു മടിയും വേണ്ട ദൈവ പൈതല്, ദൈവത്തെ സ്തുതിക്കാൻ നീ തയ്യാറാക. ഞാന് 26 വർഷങ്ങൾക്ക് മുമ്പ് PMG ചർച്ചിൽ ശുശ്രൂഷയ്ക്ക് വേണ്ടി ചെന്നപ്പോ ഇങ്ങനെ പ്രസംഗിക്കുക കേട്ടോ. കുറെ അപ്പച്ചന്മാരായിരുന്നു ആരാധിക്കുന്നേ. തീ എന്ന് പറഞ്ഞാലുണ്ടല്ലോ, നമുക്കറിയാം, എന്റെ ഭാഷയിൽ ഞാനങ്ങ് പറയുക, ഒരു അലങ്കാര പദമാണ്. കപ്പലണ്ടി ഇട്ടാൽ വറുത്ത് കിട്ടുന്ന പരുവത്തിൽ സഭയങ്ങ് കത്തി നിൽക്കുക. കപ്പലണ്ടിയിട്ട് വറുത്ത് കിട്ടുന്ന രീതി, ഇങ്ങനെ സഭ കത്തി നിൽക്കുക, ആപ്പച്ചന്മാരങ്ങ് ആരാധിക്കുക. ഞാനൊരു കാഴ്ച കണ്ടു. ഒരപ്പച്ചൻ ആത്മശക്തിയാൽ ഒരൊറ്റ കുതിക്കൽ നേരെ ചെന്ന് ഫാനെ ചെന്നു തല ഇടിച്ചു. താഴെ വന്നു, തല പൊട്ടി ചോര വന്നു. ആരാ പുള്ളി എന്നറിയാമോ? BJ ട്രാവൻ പാസ്റ്ററിന്റെ അപ്പൻ. മനസ്സിലായില്ലേ മോനെ? അന്ന് ഇതങ്ങ് പൊട്ടി ചോര വന്നു എന്ന് താഴെ വന്നിട്ട് നിന്നങ്ങ് തുള്ളുകയ. ആലയത്തിനകത്ത് അപ്പച്ചന്മാരെല്ലാം ഈ തിത്തടിക്ക് തീ പിടിച്ച പോലെ ആരാധിച്ചു. നമ്മൾ എന്ത് കണ്ടെന്നായി പറയുന്നേ? നിങ്ങൾ എന്ത് കണ്ട? ഇല്ലെന്ന്. ആരംഭകാലത്തിലെ ഉണർവ് നമ്മൾ കണ്ടിട്ടില്ല. അത് ഇതല്ല, അത് ഇതിനേക്ക് ശക്തമായിരുന്നു. ഇന്ന് മകൾ അതിവിടെ ആരംഭിക്കാൻ പോകുക. ആത്മാവനോട് പറയുന്നു, അതിവിടെ ആരംഭിക്കാൻ പോകുക, അതിവിടെ സംഭവിക്കാൻ പോകുക. അത് വിശ്വസിക്കുന്ന ദൈവജന കരമടിച്ച് ഇന്ന് പകൽ ആരാധിച്ചു. ഒരു ഉപവാസ പ്രാർത്ഥന കൊണ്ട് ഈ ഉണർവ് തീരരുത്. അതിശക്തമായ നിലയിലേക്ക് ദൈവം ഇതിനെ മാറ്റിമറിക്കട്ടെ. അഭിഷിക്തന്മാരെ, അന്ന് സോഷ്യൽ മീഡിയ ഇല്ല. അന്ന് എന്തില്ല? സോഷ്യൽ മീഡിയ ഇല്ല. ഞാന് ഒരു 28 വർഷം മുമ്പ് ഒരിക്കലൊരു സ്തോത്രം ഫാസ്റ്റിംഗ് പ്രേയറില് കള്ളിക്കാട് പ്രസംഗിക്കുക. ട്രിവാൻഡ്രത്ത് പറമ്പില, പബ്ലിക്കില പന്തലിട്ടിരിക്കുന്നേ. പരിശുദ്ധാത്മാവിന്റെ നെയ്യാറ്റിങ്കര, തിരുവനന്തപുരമാണോ? അല്ല, നെയ്യാറ്റിങ്കര ഡാമിനടുത്ത് കള്ളിക്കാട് എന്ന് പറയും. അവിടെ ഇങ്ങനെ ഓപ്പൺ ഗ്രൗണ്ടാ. ദൈവസാന്നിധ്യം ഇറങ്ങിയിട്ട് ഞാൻ പ്രസംഗിച്ചുകൊണ്ടിരിക്കുക. പ്രസംഗം കഴിഞ്ഞപ്പോ പന്തലിൽ ആരുമില്ല. ഇവിടെ പ്രസംഗിക്കാൻ എനിക്ക് പന്തലിൽ ആള് വേണ്ടേ? പന്തലിൽ ആളില്ല. ഞാനോട്ട് ഇവിടെ എല്ലാം ഇവര് നോക്കിയപ്പോ ഈ പറമ്പിലും റബ്ബർ തോട്ടമൊക്കെയാ. കുറെ പേര് റബ്ബർ തോട്ടത്തിൽ പോയി ഡാൻസ് ചെയ്യുന്നു, കുറെ പേർ റബ്ബർ തോട്ടത്തിൽ പോയി ആരാധിക്കുന്നു. ഇന്ന് മൊബൈൽ ഉണ്ടായിരുന്നെങ്കിൽ ഇവന്മാർ അതെടുത്ത് ഫേസ്ബുക്കിലിട്ടേന്. ഒരു സ്വത്രം പറ. ഞാൻ നിങ്ങളോടൊരു ദൂത് പറയുന്നു. ഇത് ലൈവ് പോകുന്നുണ്ട്. ആമേൻ. അതുകൊണ്ട് അറിഞ്ഞാ ഞാൻ പറയുന്നത്, ഒന്ന്, പരിശുദ്ധാത്മാവിന് അളവ് വെക്കരുത്. പരിശുദ്ധാത്മാവിന് അളവ് വെക്കരുത് മോനെ. ഒരു വലിയ ഉണർവിലേക്ക് ദൈവം കൊണ്ടുവരണം. പരിശുദ്ധാത്മാവിന് എന്ത് ചെയ്യരുത്? അളവ് വെക്കരുത്. പരിശുദ്ധാത്മാവ് ചലിക്കുന്ന പോലെ ദൈവസഭ ചലിക്കട്ടെ. പരിശുദ്ധാത്മാവ് മൂവ് ചെയ്യുന്ന പോലെ ദൈവസഭ ചലിക്കട്ടെ. ഹല്ലേലൂയ. അവൻ മനുഷ്യപുത്രനാണ്, അവൻ ദൈവപുത്രനാണ്. അടുത്തിരിക്കുന്ന 2 പേരോട് കൈ കൊടുത്തവർ, അബ്രഹാമിന്റെ പുത്രൻ, ദാവീദിന്റെ പുത്രൻ, മനുഷ്യപുത്രൻ, ദൈവപുത്രൻ. ഒന്ന് പറഞ്ഞ് മറക്കല്ലേ. എന്നെ മറന്നാലും മറക്കല്ലേ, എന്നെ മറന്നാലും മറക്കല്ലേ. അവൻ ആരാണ്? അവൻ അബ്രഹാമിന്റെ സന്തതി, അവൻ ദാവീദിന്റെ പുത്രൻ, അവൻ മനുഷ്യപുത്രൻ, അവൻ ദൈവപുത്രൻ. അവൻ 4ാമത് കേട്ടോ, അവൻ ദൈവപുത്രനായതുകൊണ്ട് സ്വർഗത്തിനും ഭൂമിക്കും സകല അധികാരവും അവനുണ്ട്. സകലത്തിന്റെ മേലും അവകാശി. എബ്രായ ലേഖനം പഠിപ്പിക്കുന്ന 1ാമത്തെ ചിന്തയാണ്, അവൻ സകല സൃഷ്ടിക്കും അവകാശിയാണ്. അവനാണ് അവകാശി. സന്തോഷമില്ല? അവനാണ്. അങ്ങനെയാണെങ്കിൽ ഒരു വാക്യം കൂട്ടി പറയുന്നു. ആമേൻ പറഞ്ഞേക്കണം.
അവൻ അവകാശിയാണെങ്കിൽ ഞാൻ കൂട്ടവകാശിയാണ്. അവൻ അവകാശിയാണെങ്കിൽ ഞാൻ കൂട്ടവകാശിയാ. ഇന്ന് പകൽ വേളയിൽ ഈ അഭിഷേകത്തിൽ കത്തുമ്പോൾ എത്ര പേർക്ക് തന്റെ ഇടത്തോടെ പറയാൻ കഴിയോ, എന്റെ അവകാശത്തിന് മേൽ നിന്റെ കൈവെക്കരുത്? ഒന്ന് കൽപ്പിക്കാമോ? ഒന്ന് കൽപ്പിക്കാമോ? ആത്മാവിൽ കൽപ്പിച്ചുകൊണ്ട് പറ, നീതിമാന്മാർ നീതികേടിലേക്ക് കൈ നീട്ടാതിരിക്കേണ്ടതിന് നീതിമാന്റെ അവകാശത്തിന്റെ മേൽ ദുഷ്ടന്റെ ചെങ്കോല് വെക്കാൻ എന്റെ ദൈവം അനുവദിക്കയില്ല. ഒരു നിലയിൽ നിന്റെ അവകാശത്തിന് ശത്രുവിന്റെ കരം വെക്കാൻ അനുവദിക്കരുത് ദൈവമക്കളെ. ഞാൻ ഇന്ന് ആത്മാവി പ്രവചിച്ചു പറയുന്നു, ഉപവാസ പ്രാർത്ഥന എന്ന് പറയുന്നത് ഒരു യുദ്ധമാണ്, ഒരു സ്പിരിച്വൽ വാർഫെയർ ആണ്. നിനക്കെതിരെ നിൽക്കുന്ന പൈശാചിക മണ്ഡലങ്ങൾക്കെതിരെ, നിനക്കെതിരെ നിൽക്കുന്ന ആത്മാവിൽ പോരാടുന്ന പൈശാചിക മണ്ഡലങ്ങൾക്കെതിരെ യുദ്ധം പ്രഖ്യാപിക്കുന്നതാണ് ഉപവാസ പ്രാർത്ഥന. അവൻ 1-ാം അധ്യായം 2-ാം വാക്യം പറയുന്നു, അവൻ സർവം സൃഷ്ടിക്കും മുമ്പേ ഉള്ളവൻ. സർവ സൃഷ്ടിക്കും. രണ്ടുപേരോട് പറ, എന്റെ യേശു സർവ സൃഷ്ടിക്കും മുമ്പേ ഉള്ളവനാ. കൈ കൊടുത്ത് കുലുക്കി പറ, അവൻ സകല സൃഷ്ടിക്കും മുമ്പേ ഉള്ളവനാ. അല്ലെ, അവൻ സകല സൃഷ്ടിക്കും മുമ്പേ ഉള്ളവനാണ്. ആദിയിൽ വചനം ഉണ്ടായിരുന്നു, വചനം ദൈവത്തോടു കൂടെയായിരുന്നു, വചനം ദൈവമായിരുന്നു. 1-3 പറയുമ്പോൾ ഒരു ആമേൻ പറയണം. സകലവും അവൻ മുഖാന്തിരം ഉളവായതൊന്നും അവനെ കൂടാതെ ഉളവായിട്ടില്ല. ഇന്ന് പകൽ എന്തൊക്കെ ഉളവാകാനുണ്ടോ അതെല്ലാം ഇന്ന് പകൽ വചനത്തിൽ ഉളവാകും. ഒരു ഹല്ലേലൂയ പറ. അവൻ സകല സൃഷ്ടിക്കും മുമ്പേ ഉള്ളവൻ. ദൈവമക്കളെ, എബ്രായ ലേഖനം ഇങ്ങനെ പറയാണ്, ആമേൻ 11, വിശ്വാസം എന്നതോ ആശിക്കുന്നതിന്റെ ഉറപ്പും കാണാത്ത കാര്യങ്ങളുടെ നിശ്ചയവും അത്രേ. അതിന്റെ 2-ാമത്തെ വാക്യം പറയുന്നു, നാം ഈ കാണുന്ന ലോകം, ദൃശ്യമായ ലോകം മുഴുവൻ ഉണ്ടായത് വചനത്താൽ ഉളവായി. അങ്ങനെയാണെങ്കിൽ ഈ കാണുന്നത് മുഴുവൻ വചനത്താൽ ഉളവായെങ്കിൽ നിന്റെ വീട്ടിനകത്ത് പോരായ്മകൾ ഉള്ളത് ഇന്ന് പകൽ ഉളവാക്കാൻ കഴിയും. വിശ്വസിക്കുന്നവരാമേ സന്തോഷത്തോടെ. അടുത്തൊരു കാര്യം പറയുമ്പോൾ ഒരാമയും കൂടി പറയണ. എന്റെ തമ്പുരാന്റെ പ്രത്യേകത മരിച്ചവരെ ജീവിപ്പിക്കുകയും ഇല്ലാത്തതിനെ ക്ലെയിം ചെയ്ത് പറയുക മക്കളെ. ആമേൻ. എന്റെ ദൈവത്തിന്റെ പ്രത്യേകത മരിച്ചവരെ ജീവിപ്പിക്കുകയും പറ ഇല്ലാത്തതിനെ. ഒന്ന് കൈയ്യെടുത്ത് പറഞ്ഞേ, ഇല്ലാത്തതിന് ഉള്ളതുപോലെ വിളിച്ചു വരുത്താൻ കഴിവുള്ളവനാ. ഇന്ന് നിങ്ങളുടെ ജീവിതത്തിൽ എന്തില്ല എന്ന് തോന്നുന്നു അത് വചനത്താൽ ഉളവായി വരും. സങ്കീർത്തനം 107:20 പറയുന്നു, ഞാൻ എന്റെ വചനം അഴച്ച് അവരെ സൗഖ്യമാക്കും, അവരുടെ കുഴികളിൽ നിന്ന് ഞാൻ അവരെ കയറ്റും. ആത്മാവിനെ പ്രവചിച്ചു പറയുന്നു, വചനം ഇന്ന് പുറപ്പെടാൻ പോകുകയാണ്. ഏതൊക്കെ മേഖലകൾ വിടുതൽ ആവശ്യമുണ്ടോ വചനം സ്പ്രെഡ് ചെയ്യാൻ പോകുക. ഏതൊക്കെ മേഖലകൾ വചനത്താൽ വിടുതൽ പ്രാപിക്കാനുണ്ടോ ആ മേഖലകളിലെല്ലാം വചനം ഇന്ന് ക്രിയ ചെയ്യാൻ പോകുന്നു. ആമേൻ. മോനെടാ വേണ്ടടാ, കുഴപ്പമില്ല, ഇച്ചിരിയൊക്കെ വിയർക്കട്ടെ. അവിടെ നിന്നു, അതൊന്നു. ഞാൻ AC ചർച്ചിനകത്ത് പ്രസംഗിച്ചാലും വിയർക്കും, ഫുൾ AC-ക്കകത്ത് ഇന്ന് പ്രസംഗിച്ചാലും ഞാൻ വിയർക്കും. അതങ്ങനെയാണ്. അതുകൊണ്ട് നോക്ക്. താങ്ക് യു മോനെ, ദൈവം അനുഗ്രഹിക്കട്ടെ. നീ അതും പിടിച്ച് നിന്ന് ഇവരെല്ലാം കൂടി നിന്നെ നോക്കിക്കൊണ്ടിരിക്കും. അതുകൊണ്ടാണ്. ഇവിടെ നോക്ക്, വേർക്കട്ടെ. ഞാൻ ഷർട്ടൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്, മുണ്ടും ഷർട്ടൊക്കെ വേറെ കൊണ്ടുവന്നിട്ടുണ്ട്. ഞാൻ എപ്പം മീറ്റിങ്ങിന് പോയാലും 3 ഡ്രസ്സ് കൊണ്ടുപോകും. കാരണം ഞാനൊരു കൽപ്പണിക്കാരനായതുകൊണ്ടും കൂലിപ്പണിക്കാരനായതുകൊണ്ടും കൂലിപ്പണി കഴിഞ്ഞ് ഡ്രസ്സൊക്കെ ഇച്ചിരി അഴുക്കാകും അല്ലേ? കർത്താവ് നമുക്ക് വേണ്ടി ഒത്തിരി രക്തം ഒരിക്കതല്ല, പിന്നെ ഇച്ചിരി വിയർത്താൽ എന്നാ. അടുത്തിരിക്കുന്ന ആളോട് പറ, രക്തം തന്നവന് വേണ്ടി ഇച്ചിരി വിയർത്ത കുഴപ്പമില്ലെന്ന് പറ. ഒരു ഹല്ലേലൂയ പറ. അവൻ 3 നമ്മുടെ യേശു ആരാന്നറിയാമോ? തേജസ്സിന്റെ പ്രഭ. ഇതൊക്കെ പറയുമ്പോഴേ ഞാനൊരു കാര്യം, ഇതൊക്കെ എൻ്റെ ചർച്ചിലാണ് പറയുന്നതെങ്കിൽ ഇപ്പൊ എന്നെ മറിച്ചിട്ട് അവർ വീട്ടിൽ പോകും.
ഹല്ലേലൂയ. എന്റെ യേശുവാരാ തേജസ്സിന്റെ പ്രഭ. ഓ ഈ ആ തേജസ്സിന്റെ പ്രഭയായ കർത്താവ് ഇതിന്റെ നടുക്ക് ഇന്ന് പകൽ ഉലാത്തുന്നുണ്ട്. ഇതിന്റെ നടുവിൽ ഉലാത്തുന്നുണ്ട്. തേജസ്സിന്റെ പ്രഭ, തേജസ്സിന്റെ പ്രഭ. ഇരുട്ടുകൾ മാറുകയാണ്, അന്ധകാരം മാറുകയാണ്, ഇരുട്ടിന്റെ വ്യാപാരങ്ങൾ ഇന്ന് പകൽ ഉടയുന്നു. അവൻ ആര്? അവൻ തേജസ്സിന്റെ പ്രഭ. സ്തോത്രം. ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പ് ഒരിക്കൽ ഒരു മീറ്റിങ്ങിൽ പ്രസംഗിച്ച 1-2 ആശയം ആമേൻ ഭയങ്കര വൈറലായി, ഭയങ്കര പബ്ലിക്കായി. പിന്നീട് ആ പ്രസംഗിച്ച ഭാഗം പലരും അത് അതേപടി ആമേൻ നൂറുകണക്കിന് ആളുകൾ പറയുന്നത് ഞാൻ കേട്ടു. പണ്ട് ഞാനത് പ്രസംഗിച്ചത് കോവളം ബീച്ചിൽ ബ്ലസ് കോവളം മീറ്റിങ്ങിലാണ്. അത് ആദ്യം വന്ന് പ്രസംഗിച്ചത് ഇങ്ങനെയായിരുന്നു. തേജസ്സിന്റെ പ്രഭയെ കുറിച്ച് പറഞ്ഞപ്പോൾ പ്രസംഗിച്ചതാ. ആമേൻ. നമ്മുടെ യേശു ഉണ്ടല്ലോ, യേശു അവനെ കൊണ്ടുപോയി കല്ലറയിൽ അടക്കം ചെയ്തു. കല്ലറയിൽ അടക്കം ചെയ്തു. അവൻ കല്ലറയിൽ അടക്കം ചെയ്തതിന് ശേഷം അവർ ചെയ്ത 3 കൂട്ടം കാര്യമുണ്ട്. 3 കൂട്ടം കാര്യം. പണ്ട് ഞാൻ പറഞ്ഞത് എനിക്ക് സംശയമുണ്ട്. 3 കൂട്ടം കാര്യം. എന്തിനാ അത് ചെയ്തത്? യേശുവിനെ അരിമത്യക്കാരൻ ജോസഫിന്റെ കല്ലറയിൽ കൊണ്ടുപോയി അടക്കം ചെയ്തതിന് ശേഷം ആമൻ റോമാക്കാരും ആമൻ യഹൂദന്മാരും ഒന്നിച്ചേർന്ന് പീലാത്തോസിനെ സമീപിക്കുന്നു. പീലാത്തോസിന്റെ അടുക്ക ചെന്നിട്ട് പറയുന്നു, യജമാനനെ ആ കള്ളൻ അല്ലേ, അങ്ങനെയല്ലേ പറയുന്നേ, ആ മനുഷ്യൻ പറഞ്ഞിട്ടുണ്ട് മരിച്ച് 3-ാം ദിവസം എന്ത് ചെയ്യും? പറതയോകൾ ഉയർത്തെഴുന്നേക്കുമെന്ന്. ആ നീചൻ എന്ന വാക്കാണ്. ആ നീചൻ പറഞ്ഞിട്ടുണ്ട് 3-ാം ദിവസം ഉയർക്കുമെന്ന്. അതുകൊണ്ട് ഉയർപ്പിനെ തടുക്കാൻ കഴിയുന്ന നിലയിൽ ചെയ്യേണ്ടതെല്ലാം ചെയ്യണം. ഗവർണർ പറഞ്ഞു, നിങ്ങളാൽ ആവോളം നിങ്ങൾ ചെയ്തു കൊള്ളുക, നിങ്ങളാൽ ആവോളം ചെയ്തു കൊള്ളുക. ഇതിനകത്ത് ഈ ലേണപ്പ് ചൂതയോട് ഒരു ദൂത് പറയുക, ദൈവം ഉയർപ്പിക്കാൻ വെച്ചവനെ ഒരു പിശാചിനും തടുക്കാൻ കഴിയത്തില്ല. ദൈവം ഉയർപ്പിക്കാൻ നിയമിച്ചവന്, ദൈവം ഉയർപ്പിക്കാൻ നിയമിച്ചവന്, ദൈവം വളർത്താൻ നിയമിച്ചവന്, ദൈവം പൊക്കാൻ നിയമിച്ചവന് ഒരു പാതാള ഗോപുരങ്ങൾക്കും അതിനെ ബ്രേക്ക് ചെയ്യാൻ കഴിയത്തില്ല. ഓ താങ്ക് യു ജീസസ്. ഞാൻ നിങ്ങളോട് പ്രസംഗിക്കാൻ വായിപ്പിച്ച വാക്യം അവിടെ ഇട്ടിരിക്കുക. പക്ഷെ എനിക്കത് തൊടാൻ കഴിയുന്നില്ല. മറ്റു ചില ദൂതിലോട്ട് ഞാൻ പോകുന്നു. അതുകൊണ്ട് എനിക്ക് വചനം പ്രസംഗിക്കണമെന്നുള്ളത് നിർബന്ധമാണ്. അവൻ എത്ര സമയമെടുത്താലും ഞാൻ വചനം പ്രസംഗിക്കും. പക്ഷെ ഇന്ന് തുടക്കം ഒരു ദൂത് കയറുന്നത് കൊണ്ട് ഞാൻ ആ ദൂതിലോട്ട് പോകുന്നേ ഉള്ളൂ. അവന്റെ ഉയർപ്പിനെ തടുക്കാൻ ഒരു ശക്തിയെയും ദൈവം അനുവദിക്കത്തില്ല. നിങ്ങൾ പ്രവചിച്ചുകൊണ്ട് അടുത്തിരിക്കുന്നവരുടെ മുഖത്ത് നോക്കി കൈ കൊടുത്തു പറ, നിന്റെ ഉയർപ്പിനെ തടുക്കാൻ ഉലകത്തിലെ ഒരു ശക്തിയെയും ദൈവം സമ്മതിക്കത്തില്ല. ഒന്ന് കൈ കൊടുത്ത് പറഞ്ഞേ, അതൊരു പ്രവചനമാവട്ടെ. കുഞ്ഞെ, നിന്നെ തടുക്കാൻ, നിന്റെ ഉയർപ്പിനെ തടുക്കാൻ, നിന്നെ മുന്നോട്ടുള്ള ഗമനത്തെ തടുക്കാൻ ഒരു ശക്തിയെയും ദൈവം അനുവദിക്കത്തില്ല. അത് വിശ്വസിക്കുന്നെങ്കിൽ ഇത് കരം കൂട്ടിയടിച്ച് ആത്മാവിലൊന്ന് പറഞ്ഞു പറ, ഇല്ല, ഞാൻ പുറത്തു വരും, ഞാൻ പുറത്തു വരും, ഞാൻ പുറത്തു വരും. പാതാള ഗോപുരങ്ങൾ ഈ പട്ടണത്തിന്റെ നടുവിൽ എനിക്കെതിരെ ശക്തിയോടെ എഴുന്നേറ്റാലും ഞാൻ വെളിയിൽ വരും. ഹല്ലേലൂയ. അവന്റെ ശിഷ്യന്മാർ അവനെ എടുത്തോണ്ട് പോയിട്ട് അവൻ ഉയർത്തെഴുന്നേറ്റു എന്ന് പറയാതിരിക്കേണ്ടതിന് ആദ്യത്തെ ചതിയേക്കാൾ വലിയൊരു ചതി നമുക്കുണ്ടാകാതിരിക്കേണ്ടതിന് ഉറപ്പാക്കണം. ചെയ്തോളാൻ പറഞ്ഞു. അവർ ചെയ്ത ഒന്നാമത്തെ കാര്യം, ഒരു വലിയ കല്ല് ഉരുട്ടി വെച്ചു. ഒരു അല്ലലിയോ പറ, ഒരു വലിയ കല്ല് ഉരുട്ടി വെച്ചു. ഒരു വലിയ കല്ലുരുട്ടി വെച്ചു. എന്തിനാ ഉരുട്ടി വെച്ചത്? അത് പൊക്കിയെടുക്കാൻ കഴിയത്തില്ല, അത്ര ഭാരമേറിയതാണ്. ഒരു കല്ലുരുട്ടി വെച്ചു. 2, ആ കല്ലിന്മേൽ ഇമ്പീരമുദ്ര പതിച്ചു. എന്താണ് ആ മുദ്ര? കൈസരുടെ മുഖം പതിച്ച ഒരു ഇമ്പീരമുദ്ര. കൈസരുടെ മുഖം കൊത്തിയത്. ദൈവമക്കളെ, അന്നത്തെ കാലത്ത് കൈസർ എന്ന് കേട്ടാൽ ജനം ഭയപ്പെടും. കൈസരുടെ ചിഹ്നം കണ്ടാൽ ജനം ഭയപ്പെടും. കൈസർക്ക്
എന്ന് പറഞ്ഞാണ് എല്ലാവരും ജയ് വിളിക്കുന്നത്. കൈസർ എന്ന് കേട്ടാൽ എല്ലാവരും വിറച്ചു തുള്ളും. ആ സമയത്താണ് കൈസരുടെ മുഖം പതിച്ച ചിഹ്നം, മുദ്ര കല്ലറയിൽ കൊണ്ടുപോയി വെച്ചു. 3, ഒരു വലിയ കൂട്ടം കാവൽ കൂട്ടത്തെ കാവൽ നിർത്തി ഉയർപ്പിനെ തടുക്കാൻ വലിയ കല്ല്. 2, കൈസരുടെ ഗംഭീര മുദ്ര. 3, പടയാളി കൂട്ടത്തെ നിർത്തി. എന്നാൽ പിശാച് മണ്ടന, പിശാച് മരമണ്ടന. ഞാനത് പറഞ്ഞപ്പോ കുറച്ചു പേരുടെ ഇരിപ്പ് കണ്ടിട്ട് അവിടെ അമ്മാച്ചന്റെ മോനാണോന്ന് എനിക്കൊരു സംശയം ഇല്ലാതില്ല. ആര്? ഈ പിശാച് എന്ന് പറയുന്നവൻ. അതുകൊണ്ട് ഒരിക്കൽ കൂടി പറയുന്നു, നിങ്ങൾ അതിനു പ്രതികരിച്ചില്ലെങ്കിൽ ഞാൻ എഴുതി കൈ തരും. നിങ്ങളുടെ അമ്മാച്ചന്റെ മോന പിശാച് മരമണ്ടന, പിശാച് കള്ളന, പിശാച് മന്ദബുദ്ധിയ. ഹല്ലേലൂയ. മക്കളെ, അവൻ എന്തൊക്കെ കാര്യം ചെയ്താലും മണ്ടത്തരമേ ചെയ്യൂ. ഒരു സ്വതന്ത്രം പറഞ്ഞത് ഞങ്ങൾ ചിരിച്ചോണ്ടാ നിൽക്കുന്നത്. എവിടെ സ്വതന്ത്രം പറഞ്ഞേ? പിശാച് എന്തൊക്കെ ചെയ്താലും മണ്ടത്തരം ചെയ്യൂ. അതിൽ ഒരു മണ്ടത്തരം ജോപാഷ ഞാൻ പറയാ, ഒരു മണ്ടത്തരം പറയാം, അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാകും. ഒരുത്തനെ 40 ദിവസം നിന്ന് വെല്ലുവിളിച്ചു ഇസ്രായേൽ ജനത്തെ. ഒറ്റക്കൊറ്റക്ക് അടിക്കാനുണ്ടെങ്കിൽ ഇറങ്ങി വാടാ എന്ന് പറഞ്ഞു ഒരുത്തൻ വെല്ലുവിളിച്ചു. പേര് പറ. അവിടെ കേട്ടു, അങ്ങനെ പറ. ഗോലിയാത്ത് 40 ദിവസം അവൻ വരും, ഇസ്രായേൽ ജനത്തെ വെല്ലുവിളിക്കും. അവൻ എന്നിട്ട് കയറിപ്പോകും. 40 ദിവസവും വെല്ലുവിളി ശബ്ദം കേട്ട് പേടിച്ചറച്ച് നിൽക്കുക. എല്ലാവരും വിറക്കാൻ തുടങ്ങി. എല്ലാവർക്കും ഭയം പേരിട്ടു. തോൽ പൊക്കമുള്ള ശൗലും വിറക്കാൻ തുടങ്ങി. എന്നാൽ ആ കൂട്ടത്തിൽ പെടാത്ത ഒരുത്തൻ, ആ കൂട്ടത്തിൽ ഇല്ലാത്തൊരുത്തൻ കാട്ടിൽ നിന്ന് കയറി വന്നു. ഹല്ലേലൂയ. അവന് ഭയം പിടിച്ചിട്ടില്ല, അവന് ഭയം നേരിട്ടിട്ടില്ല. അവന്റെ മേൽ കിടക്കുന്ന അഭിഷേകം ഭയത്തെ പുറത്താക്കുന്നതാണ്. അവന്റെ മേലുള്ള അഭിഷേകം ഭയത്തിന്റെ മീതെ കേറുന്നതാണ്. അവൻ കയറി വന്നു. അവൻ കയറി വന്നിട്ട് ഏലാം താഴ്വരയിൽ വരുമ്പോൾ ദൈവജനത്തെ നിന്ദിക്കുന്ന ഗോലിയാത്തിനെ കണ്ടു. ദൈവദാസന്മാരെ, എന്റെ രക്തം തിളച്ചൊരു കാര്യം പറയാം. അത് കണ്ടിട്ട് അവൻ നേരെ പോയില്ല. അവൻ അവിടെ നിന്നിട്ടൊരു ചോദ്യം, ജീവനുള്ള ഇസ്രായേൽ നിരകളുടെ ദൈവത്തെ നിന്ദിക്കുന്ന ഈ അഗ്രചർമ്മി, അതാണ് ഈ എരിവെന്ന് പറയുന്നത്. അതാ എരിവ്. അല്ലാതെ തമ്പുരാന് വേണ്ടി സേവിക്കാൻ ഇറങ്ങി സ്നാനപ്പെട്ടു കൈയടിക്കാൻ വന്ന് അഴയെന്ന് വീണ തുണി പോലെ എന്ന് കിടക്കുന്നൊന്നും അല്ല. നല്ല എരിവ് വേണം. ഞാന് സ്വതന്ത്രം മോനെ, നിനക്ക് വേണ്ടി ഞാനൊരു സാക്ഷ്യം പറയാം. നിനക്ക് വേണ്ടി ഒരു സാക്ഷ്യം പറയാം. ഞാൻ സ്നാനപ്പെട്ട് രാത്രി 1:30 മണിക്കാണ്. രാത്രി 1:30 മണിക്ക് സ്നാനപ്പെട്ട ആരെങ്കിലും ഇവിടെ ഉണ്ടോ? രാത്രി 1:30 മണിക്ക് അമ്മച്ചി ഉണ്ടല്ലേ? ഞാൻ രാത്രി 1:30 മണിക്കാണ് സ്നാനപ്പെട്ടെ. അത് ഗൾഫിലൊന്നുമല്ല, വിദേശത്തൊന്നുമല്ല, നാട്ടില്. രാവിലെ 10 മണിക്ക് സ്നാനത്തിന് വേണ്ടി തയ്യാറാക്കി. ഞാനൊരു കൽപ്പണിക്കാരൻ കൂടിയാണ്. ഞാൻ സ്വന്തമായി പണിത വാട്ടർ ടാങ്ക് നിറച്ച് 80 കുടം വെള്ളം 75 മീറ്റർ ദൂരത്തുനിന്ന് കൊണ്ടുവന്ന് ഒറ്റക്ക് ടാങ്ക് നിറച്ച് സ്നാനപ്പെടാൻ തീരുമാനിച്ച് ജോഷി പാസ്റ്റർ ആമേൻ ചിങ്ങമനത്തൊന്നൊരു ദൈവദാസനെ കൊണ്ടുവന്ന് സ്നാനപ്പെടുത്താൻ. എനിക്ക് 8 ചേട്ടന്മാരുണ്ട്. ഒരു ഹല്ലേലൂയ എന്ന് പറഞ്ഞ് 10ാമത്തെ ഞാൻ ഇങ്ങനെയാണെങ്കിൽ എന്നേക്കാൾ മൂത്തവന്മാർ എങ്ങനെ ഇരിക്കുമെന്ന് ഓർത്തേ. അടുത്തത് കുറച്ചുകൂടി കയറ്റി പറയാം, എല്ലാം മത്സ്യത്തൊഴിലാളികളാണ്. പിടിച്ചണ്ട് വരാൻ പറഞ്ഞ കൊന്നോണ്ടി എല്ലാം ടൈപ്പാ. ഈ ലോകത്ത് ആരുടെ അടി കിട്ടുന്ന എനിക്ക് പേടിയില്ല. എൻ്റെ അപ്പൻ്റെ കയ്യിൽ നിന്ന് അടി കിട്ടിയാൽ പിന്നെ ഞാൻ ജീവനൊടിയിക്കില്ല. എൻ്റെ അപ്പൻ്റെ കൈ ഒലക്ക പോലത്തെ കയ്യാ. കാരണം ഒറ്റക്ക വള്ളത്തെ പോകുന്നേ, ഒറ്റക്ക വള്ളം തുഴയുന്നേ, ഒറ്റക്ക വള്ളം പിടിച്ചിറക്കി പുഴയിൽ പോകുന്നേ, കായലിൽ പോകുന്നേ. അപ്പൻ ഒരാളെ കൊണ്ടുപോകത്തില്ല. വള്ളമൊക്കെ ഒറ്റക്ക് പിടിച്ച് കയറ്റി ഒറ്റക്കിറക്കും. അതുപോലൊരു മനുഷ്യനാ. ആ അപ്പച്ചൻ്റെ മക്കളാ ഞങ്ങൾ.
വെള്ളം നിറച്ച് സ്നാനപ്പെടാൻ തീരുമാനിച്ചിരിക്കുമ്പോ ഈ ചേട്ടന്മാർ വന്ന് ചോദിച്ചു, എന്തിനാണ് ഈ വാട്ടർ ടാങ്ക്? ഞാൻ പറഞ്ഞു, സ്നാനപ്പെടാനാ. ആര്? ഞാൻ പറഞ്ഞു, ഞാൻ. എപ്പോ? ഇപ്പോ. അന്നേരം ഒരു അടി അങ്ങ് തുടങ്ങി. അടി എന്ന് പറഞ്ഞ 1.5 അടി. എന്നെ താഴത്ത് വെക്കാതെ മെസ്സി റൊണാൾഡോ അടിക്കുന്ന പോലെ അടിച്ചു. ഒരുത്തൻ അടിച്ച് ഇപ്പുറത്തോട്ടിടും, മറ്റവൻ വന്ന് എന്റെ കഴുത്തിന് കുത്തി പിടിക്കും, എന്റെ പെടലിക്ക് പിടിക്കും, എന്റെ കൈ പിടിച്ച് തിരിക്കും. നിനക്ക് സ്നാനപ്പെടണമല്ലേ, അമ്മയില്ലാത്തവരുടെ കൂടെ പോകണമല്ലേ, കൈകുട്ടി പ്രാർത്ഥനയ്ക്ക് പോകണമല്ലേ. ഒരുത്തൻ ചവിട്ടുന്നു, ഒരുത്തൻ കാലെ പിടിച്ച് വലിക്കുന്നു, എന്നെ വലിച്ചുകൊണ്ട് അടയ്ക്ക മുറ്റത്തൂടി. എന്നെ കൊല്ലുമെന്ന് കണ്ടപ്പോ എന്റെ അമ്മ ഓടി വന്ന് പറഞ്ഞു, ഡാ എന്റെ മകനെ കൊല്ലല്ലേടാ. അമ്മയെ വലിച്ചവന്മാർ താഴെ ഇട്ടു. അമ്മ തല പോയി കല്ലേലിടിച്ചു, തല പൊട്ടി ചോര വന്നു. അയൽവക്കക്കാർ അമ്മയെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തു. വാട്ടർ ടാങ്കിന്റെ പൈപ്പും ടാപ്പും തല്ലിപ്പൊട്ടിച്ച് കൂടമെടുത്തോണ്ട് വന്ന് ടൈലൊട്ടിച്ച് പണിത സ്നാന ടാങ്ക് ആടിച്ച് പൊട്ടിച്ചവന്മാർ കളഞ്ഞു. നേരെ ഈ ചേട്ടന്മാരുണ്ട് അമ്മ പാസ്റ്റോടെത്തി ചെന്നു. ദൈവദാസനെടുത്ത് ചെന്നിട്ട് പറഞ്ഞു, ഞങ്ങളുടെ അനിയനെ നീ മുക്കിയാൽ നിന്നെ കൊല്ലുമെന്ന് പറഞ്ഞു. ജോഷി പാസ്റ്റർ പറഞ്ഞു, എനിക്ക് നിങ്ങളുടെ അനിയനെ വേണ്ട. സ്നാനപ്പെടുത്താൻ വന്ന ടിയങ്കുരുള പാഷെ വന്ന വണ്ടിക്കകത്തുനിന്ന് പിടിച്ചിറക്കി അടുത്ത വണ്ടിക്ക് കയറ്റി വിട്ടു. ഒരു ഹല്ലേലൂയ പറ. ഓ, ഒരുമിച്ചിരുന്ന് ചാരാശാപ്പിൽ നിന്ന് കുപ്പി പൊട്ടിച്ച് ഒരുമിച്ചൊരു മുട്ട മേടിച്ച് പപ്പാതി അടിക്കുന്നവരാ ഞങ്ങൾ ഇവന്മാരെല്ലാം കൂടി. ക്രിസ്മസ് വരുമ്പോഴും ഈസ്റ്റർ വരുമ്പോഴും 2 കുപ്പി മേടിച്ച് അച്ചാരും കൂട്ടി വെച്ച് എല്ലാവരും കൂടി ഒരുമിച്ചിരുന്ന് പഴയ സിനിമ പാട്ടും പാടി ഒരുമിച്ചിരുന്ന് അടിച്ചുകൊണ്ടിരുന്നവരിൽ ഞാൻ രക്ഷപ്പെടാൻ പോയപ്പോ രക്ഷപ്പെടാൻ അനുവദിക്കത്തില്ല. എനിക്ക് വാശി കയറി. നാളുകൾക്ക് മുമ്പ് ഞാൻ കഴിഞ്ഞ ദിവസം എവിടെയോ പറഞ്ഞ് കിട്ടിയ ഒരു ലോറിയുടെ ലീഫ് കൊണ്ട് കൊല്ലപ്പണിക്കാരൻ്റെ അടുത്ത് കൊണ്ടുപോയി ആടിപ്പിച്ച് 2 സൈഡും മൂർച്ച വെപ്പിച്ച ഒരായുധമുണ്ടായിരുന്നു. ആയുധം തട്ടിന്റെ പക്കത്തുനിന്ന് എടുത്ത് ഏതായാലും നന്നാകാൻ വിചാരിച്ചിട്ട് ഇവന്മാരും നന്നാകാൻ വിടത്തില്ല, എന്നെ കൈവച്ചവനെയൊക്കെ തീർക്കണമെന്ന് പറഞ്ഞ് ആയുധം എടുത്തുകൊണ്ട് ചേട്ടന്മാരുടെ വീട് കയറാൻ ആയുധം കൊണ്ടുപോയപ്പോ പാസ്റ്ററിനെ കയറി പിടിച്ചിട്ട് പറഞ്ഞു, വിടത്തില്ല ഞാൻ നിന്നെ. ഞാൻ പാഷേ വീട്, എനിക്ക് പെന്തക്കോസും വേണ്ട, പെന്തക്കോസിന്റെ ആരാധനയും വേണ്ട. ഇവന്മാരിൽ ഒരുത്തനെ തട്ടിയിട്ടല്ലാതെ ഇനി ഞാൻ നിലത്ത് നിൽക്കത്തില്ല. പാസ് എന്നോട് പറഞ്ഞു, ഞാൻ നിന്നെ വിടത്തില്ല. വിട്ടാൽ നീ കൂട്ടിപ്പോകും, വിട്ടില്ലെങ്കിൽ നീ വീട്ടിൽ പോകും. ഹല്ലേലൂയ. എന്നെ കൊണ്ടുപോയി പാസിന്റെ വീടിനകത്ത് അടച്ചിട്ട് ആരും വരാതെ ഒരു ചെറിയ റെഡ് ബൾബ് തെളിച്ചിട്ട് അതിൻ്റെ അകത്തിരുന്ന് എന്നോട് പാസ് വചനം പറയാൻ തുടങ്ങി. ആദ്യമായിട്ട് ഞാൻ ഹാമാനെ കുറിച്ച് മൊർദെഖായിയെ കുറിച്ച് കേട്ടത് അന്ന് രാത്രി 12 മണിയായപ്പോ പാസ് എന്നോട് പറഞ്ഞ്, ദൈവം എന്നോട് പറയുന്നു നിന്നെ സ്നാനപ്പെടുത്താൻ. പക്ഷെ എനിക്ക് ഓർഡിനേഷൻ ഇല്ല. എനിക്ക് സ്നാനപ്പെടുത്താൻ ന്യൂ ഇന്ത്യ ചർച്ച് ഓഫ് ഗോഡ് ഓർഡിനേഷൻ തന്നിട്ടില്ല. ഓർഡിനേഷനിലൂടെ ദൈവദാസൻ ഇവിടെ തൊട്ടടുത്തുണ്ട്, 12 കിലോമീറ്റർ അപ്പുറത്ത് ഒരു ഹെർക്കുലീസ് സൈക്കിളെ കയറ്റി എന്നെ ബാക്കിലിരുത്തി. ദൈവദാസൻ സൈക്കിൾ ചവിട്ടി ചെല്ലാനോ എന്ന് പറയുന്ന സ്ഥലത്ത് 1 മണിക്ക് ചെന്നു. കഥകെ കൊട്ടി ഒരു ദൈവദാസൻ എഴുന്നേറ്റ് വന്നു. കുക്ക് ജോണി പാസ് എന്ന് പറയും. പാസ്സോട് ചോദിച്ചു, എന്നാ കാര്യം? പാസേ, ഒരാളെ സ്നാനപ്പെടുത്തണം. ദൈവദാസൻ ചോദിച്ചു, ആരാ പുള്ളി? ദാണ്ട് നിൽക്കുന്നു. പാസ് ഇവൻ ഒരു കുഴപ്പവും ഇല്ലല്ലോ, നേരം വെളുക്കുന്നത് വരെ ഇവൻ ജീവനോട് ഇരിക്കത്തില്ലേ? നേരം വെളുത്തു പോരെ. പാസ് പറ്റില്ല, ഇപ്പൊ മുക്കിയാ കിട്ടും, ഇപ്പൊ മുക്കിയില്ല കിട്ടത്തില്ല. ദൈവദാസനെ സ്നാനപ്പെടുത്താൻ ഇവിടെ വാട്ടർ ടാങ്ക് ഒന്നുമില്ല. പകരം ഒരു പാടമുണ്ട്. പാടത്തിലാണെങ്കിൽ വെള്ളമില്ല. മുട്ടുകാലിന് ഈ കണ്ണക്കാലൊപ്പമേ വെള്ളമുള്ളൂ. പാസ് പറഞ്ഞു, എവിടെയെങ്കിലും മുക്കിയാ മതി. ഒരല്ലലി എന്ന് പറ. എന്നെ കൊണ്ടുപോയി ഈ ഇരുത്തിയിട്ട് ഒരു ട്രെയിലടിച്ച് നോക്കി മുങ്ങുമോന്ന്. വെള്ളമില്ലാത്തതുകൊണ്ട് ഇത്രയും ഭാഗം മുങ്ങുന്നില്ല. പാസ് പറഞ്ഞു, ഇപ്പുറം മുങ്ങുന്നില്ലെങ്കിൽ ഞാൻ കാമത്തിയിട്ട് മുക്കും. ഇത് പപ്പടം കാച്ചുന്ന പോലെ. ഞാൻ പറയുന്ന പൊണ്ണു പാസയ്ക്ക് ഇഷ്ടമുള്ള എല്ലാം ചെയ്യേ. പാസ് ഒരു കാര്യം ചെയ്ത് എന്നെ മുക്കിയിട്ട് നനയാത്തത് കൊണ്ട് നല്ല കുറുകം ചേറായിരുന്നു. ആ ചെളിയിലേക്ക് ആഴ്ത്തി അങ്ങ് മുക്കി. ഒരു സ്വതന്ത്രം പറഞ്ഞു.
പക്ഷെ ഒരു കാര്യം സംഭവിച്ചു, ആ ചെളിക്കകത്ത് മുങ്ങിപ്പൊങ്ങുമ്പോ യേശുവിന്റെ ക്രൂശ് മരണം ഞാൻ കാണേണ്ടതുപോലെ കണ്ടു. ഇന്ന് പകൽ ഒരു കാര്യം അറിയണോ, അവിടെ നിന്ന് ഞാൻ എഴുന്നേറ്റത് ഒരൊറ്റ കാര്യം പറഞ്ഞ എന്നെ തല്ലിയവനോട് ഞാൻ ക്ഷമ പറയും. അന്ന് രാത്രി ഓരോ വീടും കയറിയിറങ്ങി ചേട്ടന്മാരോട് ക്ഷമ പറഞ്ഞ്, എൻ്റെ അപ്പനോട് ക്ഷമ പറഞ്ഞ്, അന്ന് കത്തിയ എരിവ ദൈവ പൈതലേ ഇന്ന് വരെ തീർന്നിട്ടില്ല. ആത്മാവിൽ ഞാൻ പറയാ, പെന്തക്കോസ്തി വന്നത് രോഗിയായി വന്നതല്ല, പിന്നെയോ പാപം ക്ഷമിച്ചു വന്നതാ. ഹല്ലേലൂയ. ഈ ദൈവത്തെ ആരാധിക്കുമ്പോ എരിവോടെ ദൈവത്തെ സേവിക്ക്, ആത്മാവിന്റെ ശക്തിയോട് ഇന്ന് പക ദൈവത്തെ സേവിക്ക്. ഒരു ഹല്ലേലൂയ പറ. താങ്ക് യു ജീസസ്. ആമേൻ. മക്കളെ, ഞാൻ ഇന്ന് പകൽ ഇങ്ങനെ ഒരു കാര്യം പറയാം കേട്ടോ. സ്തോത്രം. നമ്മൾ ഈ ദൈവത്തെ സേവിക്കുമ്പോൾ ആത്മാർത്ഥമായി സേവിക്കണം. ബൈബിൾ പറയുന്നു, ഉദാസീനതയോടെ ദൈവത്തിന്റെ വേല ചെയ്യുന്നവൻ ശപിക്കപ്പെട്ടവൻ. എന്ത് ചെയ്യാൻ സംഗതി വരുന്നോ അത് നീ ശക്തിയോടെ ചെയ്യണം. കുഞ്ഞുങ്ങളെ, ഒരു കാര്യം പറയാം, ഒരു ഹല്ലേലൂയ പറയാൻ പറ്റുള്ളൂ, അത് ശക്തിയോടെ പറയണം. Praise God. ഒരാമേനെ പറഞ്ഞുള്ളൂ, അത് ശക്തിയോടെ പറയണം. ആമേൻ. ദൂത പറയാൻ കേട്ടോ, കല്ലുരുട്ടി കൊണ്ടുവന്ന് വെച്ചു. കല്ലുരുട്ടി, ഒരു വലിയ കല്ല്. ഞാൻ ഈ പിശാച് മണ്ടനാന്ന് പറഞ്ഞതിന്റെ ഒരു തെളിവ് ഞാൻ പറഞ്ഞു തരാം. ആമേൻ. ഈ 40 വർഷം വെല്ലുവിളിച്ച ഗോലിയാത്ത് യുദ്ധക്കളത്തിലേക്ക് ദാവീദിന്റെ അടുക്കലേക്ക് ഇറങ്ങി വന്നപ്പോ പരിചക്കാരൻ മാറി നിന്നു. മനസ്സിലായോ? എല്ലാവരും യുദ്ധം ചെയ്യുമ്പോ പരിച കൈ പിടിച്ചാ ചെയ്യുന്നത്. പക്ഷെ ഗോലിയാത്തിന് പറ്റിയ അബദ്ധം എന്നാന്നറിയോ? ഇവന്റെ കയ്യിൽ വാളും കുന്തമൊന്നും ഇല്ല. പരിചക്കാരനും വാള് പിടിക്കുന്നവനും വേറൊരുത്തനാ. ഒരു സ്വതന്ത്രം പറഞ്ഞേ. ഒരു കൊച്ചു പയ്യൻ പ്രാന്തനെ പോലെ കല്ലും പിറക്കി വരുന്ന കണ്ടപ്പോ പരിചക്കാരൻ ഗോലിയാത്തിന് പിടിക്കാൻ മറന്നുപോയി, സ്വന്തമായിട്ട് പിടിച്ചു. ഇതാ പറഞ്ഞ പിശാച് മണ്ടനാണ്. ഒരു ഹല്ലേലൂയ എന്ന് പറഞ്ഞ് ഞാൻ അതിന് തെളിവ് വരാം. ഞാനും ഈ പ്രിയ സഹോദരനും കൂടി റോഡിൽ കൂടെ പോകുകയാ. ഞങ്ങൾ രണ്ടുപേരും കൊട പിടിച്ചോണ്ടാ പോകുന്നത് കേട്ടോ. മഴയത്ത് പെട്ടെന്ന് ഒരു വണ്ടി അതിലെ പാസ് ചെയ്തു. അവിടെ മുഴുവൻ ചെളി അടക്കിയ. ആ ചെളി വെള്ളം എൻ്റെ ദേഹത്തോട്ട് അടിക്കും. ഞങ്ങൾ ഒരുമിച്ചാ നിൽക്കുന്നേ. അടിക്കും എന്ന് കണ്ടപ്പോ ഞാനും അല്ലെങ്കിൽ ആ ബ്രദർ സത്യസന്ധമായിട്ടൊരു കാര്യം ചെയ്യും. ഈ എൻ്റെ ഡ്രസ്സ് നനയാതിരിപ്പം കൊട പിടിക്കും. അത് ഓട്ടോമാറ്റിക്കായിട്ട് വരുന്നതാ, അതറിയാതെ വരുന്നതാ. ഈ പയ്യന്റെ ഏറി ഇവന്റെ വരവൊക്കെ കണ്ടപ്പോ പരിചക്കാരൻ തനിക്ക് പരിച പിടിച്ചു, യജമാനന് പരിച പിടിക്കാൻ മറന്നുപോയി. ഏറി കൊണ്ടത് തിരുനെറ്റിക്കാം. ഇനി ഒന്ന് വന്ന് നിനക്കെതിരെ വെല്ലുവിളിക്കുന്ന ശത്രു എത്ര പ്രബലനാണെങ്കിലും അവൻ മണ്ടനാ. നടക്കില്ല. നിനക്കെതിരെ ഉള്ള ഒരു പദ്ധതിയും നടക്കുകയില്ല. ഒരു ദൂത് പരിശുദ്ധാത്മാവെന്നോട് പറയുന്നു, നിനക്കെതിരെ ഉണ്ടാക്കുന്ന ഒരായുധവും ഫലിക്കയില്ല. പറ്റുമെങ്കിൽ ആമേൻ പറ. നിനക്കെതിരെ ഉണ്ടാക്കുന്ന ഒരായുധവും ഇന്ന് പകൽ ഫലിക്കയില്ല. ഹല്ലേലൂയ. മക്കളെ, കുഞ്ഞുങ്ങളെ, കല്ലുരുട്ടി വെച്ചു. ഞാൻ 3 കാര്യം എന്ന് പറഞ്ഞത് ഇന്നും ഓർക്കുന്നു. പിശാചിനറിയത്തില്ല. ഇഡലിയുടെ വലിപ്പത്തിലെ ഒരു കല്ലുരുട്ടി കൊണ്ടുവന്ന് പുറത്ത് വെച്ചപ്പോ ഇവൻ അറിഞ്ഞില്ല അകത്തിരിക്കുന്നത് യുഗങ്ങളുടെ പാറയായ ക്രിസ്തുവാണെന്ന്. ഒരു ഹല്ലേലൂയ ഉറക്കെ പറ. ഞാന് ഈ പേര് ഒരുപാട് സ്ഥലത്ത് ഞാൻ പറയാറുണ്ട്, അല്ലേ? ലാൻഡ് ഓഫ് ജൂദ, യഹൂദ ഗോത്രത്തിലെ.
സൺഡേ സ്കൂൾ പഠിക്കുന്ന കൂട്ടത്തിൽ എൻ്റെ ചർച്ചിലെ സൺഡേ സ്കൂൾ ഒരു കൊച്ചെന്നോട് ചോദിച്ചു, പാസ്റ്റപ്പച്ച, ഈ ദാനിയേൽ അപ്പച്ചൻ താഴോട്ട് എന്നപ്പോൾ സിമുഖം എല്ലാം കൂടി എന്നാ കടിക്കാഞ്ഞ്, സിമുഖം എന്നാ ഉപദ്രവിക്കാഞ്ഞ്? നല്ലൊരു ചോദ്യമല്ലേ? വായടച്ചെന്നൊക്കെ നമുക്ക് പറയാം, പക്ഷെ കൊച്ചിനത് മനസ്സിലാവണ്ടേ. ഞാൻ പറഞ്ഞു, മക്കളെ, ദാനിയേൽ അപ്പച്ചൻ താഴ്ത്തോട്ട് ചെന്നുമ്പോൾ സിമുഖം ഒന്നും തൊടാഞ്ഞ എന്നാന്നറിയോ? ഈ ദാനിയേൽ അപ്പച്ചൻ താഴോട്ട് ചെല്ലുന്ന സമയത്ത് ദാനിയേൽ അപ്പച്ചൻ്റെ അകത്തിരുന്ന് വലിയൊരു സിമുഖം ഗർജിക്കാൻ തുടങ്ങി. ആ സിമുഖമായി ഈ സിമുഖം. ദാനിയേൽ അപ്പച്ചന്റെ അകത്തിരുന്ന് യഹൂദ ഗോത്രത്തിലെ സിംഹം അലറാൻ തുടങ്ങിയപ്പോ അതിനകത്തെ പല സിംഹങ്ങളുടെ അത്തരത്തെ ബന്ധിച്ചു. ദൈവമക്കളെ, നിങ്ങൾ ആരാ? മനസ്സിലാകുന്നവർ തുള്ളിച്ചാടി ആരാധിക്കും. നിങ്ങൾ ആരാന്നാ വിചാരിക്കുന്നത്? നിങ്ങളുടെ അകത്തുള്ളവൻ ആരാന്നാ വിചാരിക്കുന്നത്? വിശുദ്ധ ബൈബിൾ പറയുന്നു, മഹത്വത്തിന്റെ പ്രത്യാശയായ ക്രിസ്തു എന്റെ ഉള്ളിലിരിക്കുന്നു. ഒരാമേൻ പറ. മഹത്വത്തിന്റെ പ്രത്യാശയായ ക്രിസ്തു എന്റെ ഉള്ളിലിരിക്കുന്നു. ഓ യജമാനനേ, ഞാൻ ഇന്ന് പറയുന്നത് മൊത്തം പ്രവചനമാ. യജമാനനേ, ശത്രു സൈന്യം നമ്മുടെ പാളയം മുഴുവൻ നിറഞ്ഞിരിക്കുന്നു. പ്രവാചകന്റെ മറുപടി, തമ്പുരാനെ, ഇവന്റെ കണ്ണൊന്ന് തുറക്കണമേ, ഞാൻ കാണുന്നത് ഇവൻ കാണട്ടെ. ഇന്ന് പുൽപ്പിറ്റിൽ നിന്ന് ഞാൻ നിങ്ങൾക്കൂടെ പറയുന്നു, ഞങ്ങൾ കാണുന്നത് നിങ്ങളൊന്ന് കാണട്ടെ. ശത്രു സൈന്യമല്ല, സൈന്യങ്ങളുടെ യഹോവ, വീരനാം ദൈവ, നിത്യ പിതാവ്, സമാധാനത്തിന്റെ പ്രഭു. അവരുടെ കൂടെ മാംസപുച്ഛമേ ഉള്ളൂ. എന്നാൽ നിന്റെ കൂടെ ഉള്ളത് വെറും മാംസപുച്ഛമല്ല, അഖിലാണ്ടത്തിന്റെ സിട്ടാവ്, സർവശക്തനായ ദൈവ. കരമുയർത്തി നല്ലാമേൻ പറ. സ്തോത്രം. പ്രൈസ് ഗോഡ്. പുറത്ത് എന്റെ ഭാവനയാ, ഇഡലിയുടെ വലിപ്പത്തിലെ കല്ല് പുറത്തുരുട്ടി വെച്ചിരിക്കുന്നു, അകത്തിരിക്കുന്നവൻ യുഗങ്ങളുടെ പാറയായ കർത്താവ്. മക്കളെ, ഒരു കൈസരുടെ ഇമ്പീര മുദ്ര പുറത്ത് പതിച്ചു, അകത്തിരിക്കുന്നത് തേജസ്സിന്റെ പ്രഭ, തത്വത്തിന്റെ മുദ്ര. മൂവാറ്റുപുഴ ദൈവസഭ ഹല്ലേലൂയ പറ. പുറത്ത് കാവൽ പട്ടാളം, അകത്തിരിക്കുന്നവനാരാ? ജോഷുവ ഒരു കാഴ്ച കണ്ടു. ഒരുത്തൻ വാളൂരി പിടിച്ചു നിൽക്കുന്നു. നീ ശത്രുപക്ഷക്കാരനോ ഞങ്ങളുടെ പക്ഷക്കാരനോ? അവൻ പറഞ്ഞു, ഇത് രണ്ടുമല്ല, ഞാൻ സൈന്യങ്ങളുടെ അധിപതിയാ. ഞാൻ ആരാ പറ? സൈന്യങ്ങളുടെ അധിപതി. ആമേൻ. സ്തോത്രം. എനിക്കിതെല്ലാം ഇഷ്ടപ്പെട്ടെങ്കിലും എനിക്ക് ഇഷ്ടപ്പെട്ടൊരു കാര്യം നിങ്ങളോട് പറഞ്ഞിട്ട് എൻ്റെ മെസ്സേജിലോട്ട് വരാം. ഈ ദൂതൻ ഇറങ്ങി. ഈ ഞങ്ങളൊക്കെ നിങ്ങളെ ആകാംക്ഷ പരിതരാക്കാൻ, കൈയടിപ്പിക്കാൻ വേണ്ടി, ഒരു വിപ്ലവത്തിന് വേണ്ടി ഞങ്ങളിടയ്ക്ക് പറയാറുണ്ട്, കല്ലറകൾ പൊട്ടി, വേദാലയം തുറന്നു. അതൊന്നും ഉയർപ്പി സംഭവിച്ചതല്ല. ആണോ? ഉയർപ്പിൽ അങ്ങനെയുള്ള പ്രസംഗിക്കുമ്പോൾ ഞങ്ങൾ പറയില്ലേ, കല്ലറകളെ പൊട്ടിച്ച് പുറത്തു വന്നു. ഓ, ചുമ്മാ നോണയാ. അങ്ങനെ ഒരു സംഭവമേ അവിടെ ഇല്ല. പ്രേതാലയമൊക്കെ തുറന്നത് കർത്താവ് പ്രാണനെ വിട്ടപ്പോഴാണ്. ഉയർപ്പിന്റെ ദിനം ഒരു കല്ലറയും പൊട്ടിയില്ല, പകരം എല്ലാം ശാന്തമായിരുന്നു. ദൂതൻ ഇറങ്ങിയിട്ട് ആ കല്ല് പതുക്കെ എന്ത് ചെയ്തു? ഉരുട്ടി മാറ്റി. എല്ലാവരും പറഞ്ഞ കല്ല്
ഉരുട്ടി മാറ്റി. ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, ഒരിക്കൽ ഒരു ദൂതൻ ഇറങ്ങിയിട്ട് അരാം പാളയത്തിൽ ഇറങ്ങി 1,85,000 പേരെ വെട്ടി വീഴ്ത്തിയ ദൂതൻ, ശക്തിമാനായ ദൂതൻ, ഈ കല്ലറയുടെ വാതിക്കലിരിക്കുന്ന കല്ലിട്ട് ഉരുട്ടുന്ന കാഴ്ച കണ്ടോ? എൻ്റെ ഒരു ചോദ്യം ആ ദൂതനോട്, എന്നാടോ ഇട്ടണ്ടി ഉരുട്ടുന്നേ? തനിക്ക് പൊക്കി മാറ്റാൻ ആരോഗ്യമില്ലേ? ദൂതന്റെ മറുപടി, ആരോഗ്യമില്ലാഞ്ഞിട്ടല്ല, പിന്നെ എന്തിനാ ഉരുട്ടുന്നത്? എൻ്റെ അഭിഷേകത്തിന്റെ മുമ്പിൽ ഈ പ്രശ്നം എങ്ങനെയാണോ വന്നത് അത് അതുപോലെയാ മാറ്റുന്നത്. നിന്റെ മുമ്പിൽ ആ വിഷയം ഉരുട്ടി വെച്ചെങ്കിൽ ദൈവം അത് ഉരുട്ടി മാറ്റും. അത് ഉരുട്ടിയാണ് വന്നതെങ്കിൽ അത് ഉരുട്ടി മാറ്റും. ഒരു ഹല്ലേലൂയ പറ. ആ വിഷയത്തെ എങ്ങനെയാണോ പിശാച് നിന്റെ മുന്നിലേക്ക് കൊണ്ടുവന്ന് വെച്ചത്, അത് ഇന്ന് പകൽ അതുപോലെ തന്നെ ദൈവം എടുത്തു മാറ്റും. ആ പ്രതിസന്ധി ദൈവം എടുത്തു മാറ്റും. അവൻ തേജസ്സിന്റെ പ്രഭ. കരമടിച്ച് നന്ദി പറ. എന്റെ യേശു ആരാ? എന്റെ യേശു തേജസ്സിന്റെ പ്രഭ. അവൻ ഇവിടെ വന്നാൽ തേജസ് വാരി ചുറ്റിയവൻ ഇന്നിവിടെ വന്നാൽ ഈ ആലയം മുഴുവൻ തേജസ് കൊണ്ട് നിറയും. ഇതിനകത്ത് മാത്രമല്ല, മുറിയുടെ അകത്ത് മുറിയുടെ പുറത്തും ഒരുപോലെ തേജസ് കൊണ്ട് നിറയും. വാര്യപുരം യോനാച്ചായൻ എന്ന് പറയുന്ന ശക്തനായ ദൈവദാസന്റെ ഒരു സഹോദരൻ ജയ്പൂര് കർത്താവിന്റെ ശുശ്രൂഷ ചെയ്യുന്നു. ആ ദൈവദാസന്റെ കൂടെ 2-3 പേരും കൂടി ഒരു കൊച്ചു വീട്ടിനകത്ത് സുവിശേഷ വിരോധികളുള്ള ഒരു കൊച്ചു ഗ്രാമത്തിൽ ഒരു പുല്ലുമേഞ്ഞ വീട്ടിനകത്തിരുന്ന് ആരാധിക്കുമ്പോ ആ ദൈവദാസൻ ഉദ്ധരിച്ച വാക്യമാണിത്. ദൈവദാസൻ പറഞ്ഞു, കർത്താവേ, നീ തേജസ്സിന്റെ പ്രഭയാണെങ്കിൽ ഈ കൂടാരത്തിലേക്ക് അങ്ങ് ഇറങ്ങി വാ. പ്രാർത്ഥന കൂടി കേട്ടോ. പ്രാർത്ഥന ശക്തമായി. രാവിലെ 10 മണിക്ക് തുടങ്ങി ആരാധന നിൽക്കുന്നില്ല. ഉച്ച കഴിഞ്ഞു, 1 മണിയായി, 2 മണിയായി, 3 മണിയായിട്ടും കയ്യടിയും ആരാധന നിൽക്കുന്നില്ല. 4 പേരേ ഉള്ളൂ. 4 മണി കഴിഞ്ഞപ്പോൾ പട്ടണ നിവാസികൾ ഒരുമിച്ച് കൂടി കൂടാരത്തിന്റെ വാതിക്കൽ നിന്ന് പറയുന്നു, പാതിരിയേ, ഓടി രക്ഷപ്പെട്. എന്താണെന്നറിയാതെ ആ ദൈവദാസൻ പുറത്തിറങ്ങി നോക്കിയപ്പോൾ ആ പട്ടണത്തിലെ ഗ്രാമത്തിലെ മുഴുവൻ ആളുകളും ആ വീടിന് ചുറ്റുമുണ്ട്. അവർ പറയുന്നു, പാതിരി, ഓടി രക്ഷപ്പെട്, നിങ്ങളുടെ വീടിന് തീ പിടിച്ചിരിക്കുന്നു. ആമേ. പുള്ളി പറഞ്ഞു, ഇല്ല, തീ പിടിച്ചിട്ടില്ല, ഇല്ല, തീ കത്തുന്നു. ആ ദൈവദാസൻ വന്ന് ജനത്തിന്റെ നടുവിലേക്ക് നിന്ന് കൂടാരത്തിലേക്ക് നോക്കിയപ്പോ കൂടാരം നിന്ന് കത്തുകയാ. ഹല്ലേലൂയ. ഇന്ന് ദൂത് പറയട്ടെ, കൂടാരം നിന്ന് കത്തുകയാ. അന്ന് രക്ഷിക്കപ്പെട്ടത് ആയിരക്കണക്കിന് ആളുകളാ. ഇന്ന് പകൽ ആത്മാവിൽ ലേണം ചൂതയോട് പറയുന്നു, ഈ ഉപവാസത്തിന്റെ നടുവില് തേജസ്സിന്റെ പ്രഭ ഇതിനകത്ത് കത്തേണ്ട പോലെ കത്തട്ടെ. വീട് വേണ്ട പോലെ വിടുവിക്കപ്പെടട്ടെ. ഇതിനകത്ത് വരുന്ന തേജസ് ഈ ദേശം പിടിക്കട്ടെ, ഗ്രാമങ്ങൾ പിടിക്കട്ടെ, പട്ടണങ്ങൾ പിടിക്കട്ടെ, കുടുംബങ്ങൾ പിടിക്കട്ടെ, ചിലതിനെ തൊടട്ടെ. ഈ 12ാമത്തെ ദിവസം ആത്മാവി ഞാൻ പറയുന്നു, ആ തേജസ് ഇവിടെ വെളിപ്പെടാൻ പോകുക. ഇനിയുള്ള ദിവസം നിങ്ങൾ നോക്കിക്കോ, ഇനിയുള്ള ദിവസം ഇതത് കൺട്രോൾ ചെയ്യാൻ കഴിയത്തില്ല. അതുപോലെ ദൈവ തേജസ് ഈ ആലയത്തിൽ വ്യാപരിക്കാൻ പോകുക. വരുന്ന ദൈവദാസന്മാർ അവർ വിളിച്ചു പറയോ, അവർക്ക് നീക്കാൻ കഴിയാത്തതുപോലെ പുരോഹിതന്മാർ ആലയത്തിൽ ശുശ്രൂഷിക്കുമ്പോൾ തേജസ് ഇറങ്ങിയിട്ട് അവർക്ക് നിൽപ്പാൻ കഴിയാത്തതുപോലെ ദൈവ തേജസ് ആലയത്തിൽ വെളിപ്പെടുകയോ. സ്വീകരിച്ചോ. 2 കരമടിച്ച് സ്വീകരിച്ചോ. ആത്മാവിൽ സ്വീകരിച്ചോ. ഈ സാന്നിധ്യം ഇതിനകത്ത് നിൽക്കരുത്. ഈ സാന്നിധ്യം ഇതിനകത്തുനിന്ന് നിറഞ്ഞു കവിയട്ടെ. മന്ദിരം മുഴുവൻ നിറച്ചതുപോലെ, മന്ദിരം മുഴുവൻ തേജസ് നിറച്ച പോലെ ഇന്ന് പകൽ ഇതിനകത്ത് വ്യാപരിക്കുന്ന ദൈവത്തിന്റെ തേജസ് ആത്മാവിനോട് പറയുന്നു, ഇരിക്കുന്നവർക്ക് ഇരിക്കാൻ കഴിയാതെ
നിങ്ങളുടെ തല മുതൽ പാദം വരെ ഒരു തീ പിടിക്കാൻ പോകുക, ഒരു തീ പിടിക്കാൻ പോകുക. ആത്മാവിന്റെ തീ. ആത്മാവിന്റെ തീ പിടിക്കുക, ആത്മാവിന്റെ തീ പിടിക്കുക, ആത്മാവിന്റെ തീ പിടിക്കുക. ആ തേജസ് ഇപ്പോൾ വെളിപ്പെടാൻ പോകുക. ആ ദൈവ തേജസ് അവൻ അക്ഷരാർത്ഥത്തിൽ ആ ദൈവ തേജസ് ഇന്ന് പകൽ ഇതിനകത്ത് വെളിപ്പെടുക. ആ തേജസ് വെളിപ്പെടുക, ആ തേജസ് വെളിപ്പെടുക. അവൻ ദൈവത്തോട് പ്രതികരിക്കുക, ദൈവത്തോട് പ്രതികരിക്കുക. ആരും അടങ്ങിയിരിക്കല്ലേ പ്ലീസ്. അഭിഷിക്തന്മാരെ ഒന്ന് കൈവച്ച് പ്രാർത്ഥിച്ചേ, ഒന്ന് കൈവച്ച് പ്രാർത്ഥിച്ചേ. ആ തേജസ് ഈ തലമുറയിൽ, ഈ തലമുറയിൽ, ഈ ആരാധനാലയത്തിനകത്ത് ഈ പകൽ വെളിപ്പെടുകയോ. ആ തേജസ് വെളിപ്പെടട്ടെ, ഈ കുഞ്ഞിന്റെ മേൽ വെളിപ്പെടട്ടെ, ഈ മക്കളുടെ മേൽ വെളിപ്പെടട്ടെ. ആ തേജസ് വെളിപ്പെടട്ടെ, ആ തേജസ് വെളിപ്പെടട്ടെ. അക്ഷരാർത്ഥത്തിൽ, അക്ഷരാർത്ഥത്തിൽ ആ തേജസ് വെളിപ്പെടട്ടെ. ഇവരത് അനുഭവിക്കട്ടെ, ഇവരത് അനുഭവിക്കട്ടെ. ഇവിടെ ശരീരത്തിൽ ആ തേജസ് അനുഭവിക്കട്ടെ, ഇവിടെ ശരീരമണ്ഡലത്തിൽ ആ തേജസ് അനുഭവിക്കട്ടെ. തന്റെ ദാസിയുടെ മേൽ ആ തേജസ്, തന്റെ ദാസിയുടെ മേൽ ആ തേജസ് ഇപ്പോൾ വെളിപ്പെടുന്നു. ഓ ദൈവശക്തി, ദൈവ സാന്നിധ്യം, ദൈവ മഹത്വം ഇപ്പോൾ ചലിക്കുന്നു, ചലിക്കുന്നു. യെസ്, പ്രാപിച്ചോ. അതിശക്തമായ ആ തേജസ് ഇതിനകത്ത് ഇറങ്ങിയിട്ടുണ്ട്, തേജസ് ഇറങ്ങിയിട്ടുണ്ട്. പുരോഹിതന്മാർക്ക് നിൽപ്പാൻ കഴിയാത്തതുപോലെ, പുരോഹിതന്മാർക്ക് നിൽപ്പാൻ കഴിയാത്തതുപോലെ മോളെ അസാധ്യങ്ങളെ സാധ്യമാക്കുന്ന ആ സാന്നിധ്യം ഇന്ന് പകൽ വെളിപ്പെടുന്നു, ഇന്ന് പകൽ വെളിപ്പെടുന്നു. ബലഹീനതകൾ ഇന്ന് പകൽ മാറുകയാ. വിശ്വസിക്ക്, വിശ്വസിക്ക്. ഈ കുഞ്ഞുങ്ങളുടെ മേലല്ല, കുഞ്ഞെ നിന്റെ മേൽ ഒരു അസാധാരണ അഭിഷേകം, ഒരു അസാധാരണ ദൈവശക്തി, ഒരു അസാധാരണ ദൈവമഹത്വം പ്രാപിച്ചോ, പ്രാപിച്ചോ, പ്രാപിച്ചോ. ഓ റിബിനി ഹൽക്കന. പരിശുദ്ധാത്മാവേ, 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 പരിശുദ്ധാത്മാവേ ചലിക്കട്ടെ, പരിശുദ്ധാത്മാവേ ചലിക്കണമേ, പരിശുദ്ധാത്മാവേ ചലിക്കണമേ, പരിശുദ്ധാത്മാവേ ചലിക്കണമേ, പരിശുദ്ധാത്മാവേ അങ്ങയുടെ ദാസിയുടെ മേൽ അങ്ങയുടെ ശക്തി, അങ്ങയുടെ അഭിഷേകം അന്യഭാഷ അടയാളത്തോടെ നിറയട്ടെ, നിറയട്ടെ. അന്യഭാഷ അടയാളത്തോടെ ദൈവം നിറക്കുന്നു. ജനം അന്യഭാഷയാ നിറയുന്നു, ജനം അന്യഭാഷകളാ നിറയുന്നു, ജനം പുത്തൻ അഭിഷേകത്താ നിറയുന്നു. അന്യഭാഷ അടയാളത്തോടെ ദൈവം നിറക്കുന്നു, അന്യഭാഷ അടയാളത്തോടെ ദൈവം നിറക്കുന്നു. ഓ ആദ്യ നൂറ്റാണ്ടിന്റെ അനുഭവം ഇന്ന് പകൽ വ്യാപരിക്കുക, ആദ്യ നൂറ്റാണ്ടിന്റെ അനുഭവം ഈ പകൽ ദൈവം പകരുക. യെസ്, ഭാവിച്ചോ. പരിശുദ്ധാത്മാവിന്റെ അമിതമായ ശക്തി വിശ്വസിക്കുന്നവർക്ക് വേണ്ടി വ്യാപരിക്കുന്ന അവന്റെ ശക്തിയുടെ അളവറ്റ വലിപ്പം, അവന്റെ ശക്തിയുടെ അളവറ്റ വലിപ്പം, അവന്റെ ശക്തിയുടെ അളവറ്റ വലിപ്പം പ്രാപിച്ചു, പ്രാപിച്ചു. ഓ റിഗദലരവസന്ധലരഗദന. ഓ എങ്കിലും ഈ അത്യന്ത ശക്തി ഞങ്ങളുടെ സ്വന്തമല്ല എന്ന് വരുമാറ് ഇത് ഞങ്ങളുടെ മൺകൂടാരത്തിലത്ര ദൈവം പകർന്നിരിക്കുന്നത്. ഇത് ഞങ്ങളുടെ മൺകൂടാരത്തിൽ, ഇത് ഞങ്ങളുടെ മൺകൂടാരത്തിൽ, ഇത് ഞങ്ങളുടെ മൺകൂടാരത്തിൽ ഈ ദൈവശക്തി ഞങ്ങളുടെ മൺകൂടാരത്തിൽ. അവൻ അത്യന്ത ശക്തി, ഇത് അത്യന്ത ശക്തിയാ, ഇത് അത്യന്ത ശക്തിയാ. ഇത് മൺകൂടാരത്തിൽ പകരുന്ന ഒരത്യന്ത ശക്തി. പ്രാപിച്ചു, പ്രാപിച്ചു, പ്രാപിച്ചു. ഓ ആദ്യ നൂറ്റാണ്ടിന്റെ അനുഭവം ഇന്ന് പകൽ ഇതിനകത്ത് ആരംഭിക്കട്ടെ. ഈ 12ാമത്തെ ദിവസം കൺട്രോൾ ചെയ്യാൻ കഴിയാത്ത ദൈവത്തിന്റെ തേജസ്, ദൈവത്തിന്റെ തേജസ്, ദൈവത്തിന്റെ തേജസ് ആലയത്തെ നിറച്ചതുപോലെ, ആലയത്തെ നിറച്ചതുപോലെ, ആ ദൈവത്തിന്റെ തേജസ് ആലയത്തെ നിറച്ചതുപോലെ നിന്റെ മകളുടെ മേൽ ആ തേജസ് നിറയട്ടെ. ഓ
ഒരു വലിയ ശുശ്രൂഷ മകളെ നിന്റെ കൂടെയുണ്ട്. നിനക്കൊരു ശുശ്രൂഷയുണ്ട്, നിനക്കൊരു മിനിസ്ട്രി ഉണ്ട്. അത് ഈ ദിവസങ്ങളിൽ പൊട്ടി പുറത്തു വരാൻ പോകുക. അതൊക്കെ നിന്നെ അത്ഭുതമാക്കാൻ ദൈവം. നീ ഒരു അത്ഭുതമാകാൻ പോകുക. നീ ഒരു അത്ഭുതമാകാൻ പോകുക. ആത്മാവനോട് പറയുന്നു, നീ ഒരു മിറക്കലാകാൻ പോകുന്നു. നിന്നെ ഒരു അത്ഭുത വിഷയമാക്കും. അസാധ്യങ്ങളെ സാധ്യമാക്കുന്ന ഒരു ദൈവശക്തി നിന്റെ മേൽ ഇപ്പോൾ പ്രാപിച്ചോ. ഓ ശബാലാല റഖതലാല റിഖതലാല നിറയട്ടെ 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 നിറയട്ടെ. ആത്മാവിനെ നിറയട്ടെ. അന്യഭാഷകൾ അന്യഭാഷകളാൽ ദൈവം നിറയ്ക്കുന്നു. അന്യഭാഷകൾ അന്യഭാഷകൾ. അഭിഷേകത്തെ നിറയട്ടെ, അഭിഷേകത്തെ നിറയട്ടെ. ദൈവ സാന്നിധ്യം ചലിക്കട്ടെ. ഇത് നിന്റെ ദിവസമാ, ഇത് നിന്റെ ദിവസമാ. ഉപവസിക്കുന്ന ദൈവ പൈതലെ, ഇത് നിന്റെ ദിവസമാ. ഉപവസിക്കുന്ന അഭിഷിക്തനെ, ഇത് നിന്റെ ദിവസമാ. കർത്താവിന്റെ ദാസനെ, ഇത് നിന്റെ ദിവസമാ. ആത്മാവിന്റെ നിറവിന്റെ ദിവസം, ആത്മാവിന്റെ സാന്നിധ്യത്തിന്റെ ദിവസം ഈ പകൽ പ്രാപിച്ചോ, ഈ പകൽ ഏറ്റെടുത്തോ. ഉടമനഘടക തുനമനഘടക ഉടമനഘടകൽ കരകദന അൽഖനഘടകജഗന നിബലഘടക ധൂടമനഘടകദന അൽഖന രക്തല രഗദന ഉടി ഭന തല രഗ ഉടി ഭന തല ധന രിബി ലഗ ചഗ രഗ ദന ഉടി ഭന തല രഗ. ആമേൻ ആമേൻ ആമേൻ. ഉപവാസ പ്രാർത്ഥന ശക്തി പ്രാപിക്കുന്നത്. യഹോവയെ കാത്തിരിക്കുന്നവർ, യഹോവയെ കാത്തിരിക്കുന്നവർ ശക്തിയെ പുതുക്കും, ശക്തിയെ പുതുക്കും, ശക്തിയെ പുതുക്കും. അവർ കഴുകന്മാരെ പോലെ ചിറകടിച്ച് പറന്ന് കയറും. ചിറകടിച്ച് കയറട്ടെ, ചിറകടിച്ച് കയറട്ടെ. കുഞ്ഞെ കയറട്ടെ, കുഞ്ഞെ കയറുക കയറുക. ചിറകടിച്ച് കയറുക, ആത്മാവിൽ കയറുക, ആത്മ സാന്നിധ്യത്തിൽ കയറുക. ഓ റിബൻ ധനി ധനെ രഗെ ഉടി ഭന തല രഗ അൽക രഗ ധന ധന ഉടി ഭനെ രഗെ. പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ, അങ്ങയുടെ മഹത്വം ചലിക്കട്ടെ. പരിശുദ്ധാത്മാവേ, ഞങ്ങൾക്ക് വേണം, ഞങ്ങൾക്ക് വേണം. ആദ്യ നൂറ്റാണ്ടിന്റെ അനുഭവം പോലെ ഒരു അനുഭവം ഇന്ന് ഞങ്ങൾക്ക് വേണം. പരിശുദ്ധാത്മാവേ, ഈ ജനത്തിന്റെ മേൽ അമിതമായ ശക്തി, അത്യന്ത ശക്തി ഇന്ന് പകൽ വ്യാപരിക്കട്ടെ. അന്യഭാഷകൾ അന്യഭാഷകളാൽ ജനം സംസാരിച്ചു തുടങ്ങി, ജനം സംസാരിച്ചു തുടങ്ങി. അത്ഭുതങ്ങൾ ഇവിടെ ആരംഭിക്കട്ടെ, മിറക്കൽ ഇവിടെ ആരംഭിക്കട്ടെ. മരിച്ചവരെ ഉയർപ്പിക്കുന്ന ദൈവശക്തി ഇതിനകത്ത് വ്യാപരിക്കട്ടെ. ക്യാൻസറുകൾ സൗഖ്യമാവട്ടെ, ട്യൂമറുകൾ സൗഖ്യമാവട്ടെ. അസാധാരണമായ വീര്യപ്രവർത്തികൾ ഇവിടെ ആരംഭിക്കട്ടെ. കടക ചനകണ്ട അൽക്കനരം തലബൗഡവന അൽക്കന വീതകരാജകട ഉടബ വിമല വിമല അൽകാരകദ ഹീബലമ സംദലവം ബലബൗഡവന അൽക്കനരം തലബൗഡവന ദിഗദഗരം തലബൗഡവന. എഴുന്നേറ്റ് നിന്ന് ആരാധിച്ചേ. അൽകാരകദ ഹീബലമ അൽക്കനരം തലബൗഡവന ദിഗദഗദഗദഗരം തലവ അൽകാരം ധാരീബലമ അൽക്കനരം തലബൗഡവന അൽക്കനരം തലബൗഡവന ഉടബീനഗദേ രഗദഗന അൽകാരം ധാരീബലമ അൽകാരം തോരീബലവേ ഉടബാനഗദാരീബലമ അൽകാരം തോരീബലവേ ഉടബൽ ഭൗഡബധീബലമ അൽകാരം തോരീബലവേ ഉടഗനരം തലവ ഉടബനം തോരീകലമ അൽകാരീബ ഊടേരം തൽപൗഡം ചാനക്കട്ട കടക ചടകംതി അൽകനകട്ടല ചൂടബനം തലവ ഉടബന അൽകാരകടക ധീബലമ ഉടബ പൗഡം ധാനക്കട്ടി കടകംതെ ദീബലപക്ഷം ധാനവന അൽകനമണ്ഡപ ദീബലപക്ഷവനം തലവ ഉടബ പൗഡം തലവ ചാനി കട്ടം ദി അന്ത കട്ട കടക ചടക തുടവന്തി അന്ത കട്ടം ധാനക്കട്ടം വടവന്ത ദീപ രാധ അൽകാരം തോരീ ബലവാനം ചൂടവന അൽക്കനപക്ഷവ ദീബലപക്ഷവനം തലവ ഉടവന ദീബലവ ഉടവന ഉടവന ദീബലവ ഉടവന അൽക്കനം തല ദീബലവ ഉടവ ശബ്ദം ദീബലവേ അൽകാരകട ദിഗന ദിഗദ ദീബാന ഉട ചാന ദീബാലാദ
ആത്മാവിന്റെ തീ പിടിക്കട്ടെ, ആത്മാവിന്റെ തീ പിടിക്കട്ടെ, ആത്മാവിന്റെ തീ പിടിക്കട്ടെ. ഇവന്റെ കരങ്ങളുടെ ആത്മാവിന്റെ തീ പിടിക്കട്ടെ. ഓ കരങ്ങള് യുദ്ധത്തിന് വേണ്ടി എന്റെ വിരലുകളെ അഭ്യസിപ്പിച്ചു എന്ന് ദാവീദ് പറയുന്ന പോലെ ഇവന്റെ വിരലുകളെ യുദ്ധത്തിന് വേണ്ടി ദൈവം അഭ്യസിപ്പിക്കണമേ. ഇവന്റെ വിരലുകളെ യുദ്ധത്തിന് വേണ്ടി അഭ്യസിപ്പിക്കണമേ. അസാധാരണ അഭിഷേകം ഈ കുഞ്ഞിന്റെ മേൽ ഇന്ന് ദൈവം പകരണമേ. ഈ കൈവെപ്പിനാൽ കൃപാവരം ചൊലിക്കട്ടെ. ഒരു അസാധാരണ അഭിഷേകം ഇവന്റെ കരങ്ങളുടെ മേൽ. ഓ രീപനമരമലമൗഡമരം ധനമൗഡമര അൽകാരഗദാ ധിഗനാ ധിഗദാ ധിഗദാ ധിഗദാ. ഓ രീപനമരമലമൗഡമരം ധനമൗചാരഗദാ രീപനമ അൽകാരഗദാ ധിഗനാ ധിഗദാ രീപന. ഓ രീബാ രാജാ 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 രാജാ. Jesus, Jesus. Shamanagadaga durada lara ganthalara. Havera bandora balkadagada lara. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ഞങ്ങൾ ജയമേറ്റെടുത്ത് പ്രാർത്ഥിക്കുന്നു. പുതിയ തലങ്ങൾ വെളിപ്പെട്ട് വരട്ടെ, പുതിയ വേദികൾ തുറന്നു വരട്ടെ. ശുശ്രൂഷകന്മാരുടെ മേൽ അതിശക്തമായ അഭിഷേകം ചലിക്കട്ടെ, ശുശ്രൂഷകന്മാരുടെ മേൽ അതിശക്തമായ സാന്നിധ്യം ചലിക്കട്ടെ. ദൈവപുത്രന്മാരുടെ മേൽ അധികാരം വ്യാപരിക്കട്ടെ, ദൈവദാസിമാരുടെ മേൽ അധികാരം വ്യാപരിക്കട്ടെ. ഒരു വാക്ക് പറയുമ്പോൾ സൗഖ്യം നടക്കട്ടെ. ഈ ആരാധനാലയത്തിനകത്ത് ഇന്ന് പകൽ മുഴുവൻ, ഇന്ന് പകൽ മുതൽ മിറക്കിൾ സ്റ്റാർട്ട് ചെയ്യട്ടെ, അത്ഭുതങ്ങൾ ആരംഭിക്കട്ടെ. ഇതിനകത്ത് അത്ഭുതം ആരംഭിക്കട്ടെ. ഇതിന്റെ ആ തിരുവരമ്പുകൾ ഇന്ന് പകൽ വിശാലമാകട്ടെ. അവൻ തേജസ്സിന്റെ പ്രഭയാണ്. യേശു ആരാണ്? യേശു തേജസ്സിന്റെ പ്രഭയാ. ദൈവമക്കളെ, തേജസ് വാരി ചുറ്റിയവനാ. അവൻ വന്നാൽ തേജസ് എന്നറിയത്തില്ലേ, അല്ലേ? ഒരു വാക്യം പരിശുദ്ധാത്മാവിന്റെ ഉള്ളത്തിൽ തരുന്നു. ഹബക്കൂക്ക് എന്നെടുക്കാമോ? 3-ാം അധ്യായം അതിന്റെ 4-ാമത്തെ വാക്യം. 3-ാം അധ്യായം അതിന്റെ 4-ാമത്തെ വാക്യം. സൂര്യപ്രകാശം പോലെ ശോഭ ഉളവായി വരുന്നു. ഒന്ന് വായിച്ച മോനെ. സൂര്യപ്രകാശം പോലെ. നമ്മൾ പലപ്പോഴും ശ്രദ്ധിക്കാത്തൊരു വാക്യമാണ്, പക്ഷെ അത് ഒന്ന് ശ്രദ്ധിക്കണം. വായിച്ചേ. സൂര്യപ്രകാശം പോലെ, സൂര്യപ്രകാശം പോലെ ഒരു ശോഭ ഉളവായി വരുന്നു. ഒരു ശോഭ. ഇന്ന് സൂര്യപ്രകാശം പോലെ ഒരു ശോഭ ഇതിനകത്തുളവായി വരും. ആമേൻ പറയാൻ പറ്റുമോ? ഇതിനകത്തുളവായി വരും, ഇതിനകത്തുളവായി വരും. ഇന്നത്തെ ഈ 12-ാമത്തെ ദിവസം അത് ഉളവായി വരും, അത് ഉളവായി വരും. അടുത്ത വാക്യം. കിരണങ്ങൾ അവന്റെ പാർശ്വത്തിൽ നിന്ന് പുറപ്പെടുന്നു. കിരണങ്ങൾ അവന്റെ പാർശ്വത്തിൽ നിന്ന് പുറപ്പെടുന്നു. അവിടെ അവന്റെ വല്ലഭത്വം മറഞ്ഞിരിക്കുന്നു. പറ്റുമെങ്കിൽ നിങ്ങൾ ആ വചനം ഒന്ന് കുറിച്ചു വെച്ചേക്കണേ, ആ റെഫറൻസ് ഒന്ന് കുറിച്ചു വെച്ചേക്കണേ. സൂര്യപ്രകാശം പോലെ ഒരു ശോഭ ഉളവായി വരുന്നു. കിരണങ്ങൾ അവന്റെ പാർശ്വത്തിൽ നിന്ന് പുറപ്പെടുന്നു. അവിടെ എന്തുണ്ട്? വല്ലഭത്വം. അവിടെ എന്തുണ്ട് മക്കളെ? അവിടെ അവന്റെ അല്ലോ എന്റെ വാക്യം അല്ലേ? എന്തൊരു വാക്യോ ഭാഷേ? അവിടെ അവന്റെ എന്തുണ്ട്? പറ. There is power, power, wonder working power in the place of the Lord. There is power, power, wonder working power in the precious way of the Lord. ഉണ്ട് ശക്തി, ശക്തി, അത്ഭുത ശക്തി യേശുവേ രക്തത്താൽ. ഉണ്ട് ശക്തി, ശക്തി, അത്ഭുത ശക്തി യേശു ക്രിസ്തുവിന്റെ രക്തത്താൽ.
ഇനി അതിനോട് ചേർന്ന് ഒരു വാക്യം കൂടി വായിക്കണം. യോബിന്റെ പുസ്തകത്തിൽ നിന്ന്. യോബിന്റെ പുസ്തകം ഒന്ന് എടുക്കാം. യോബിന്റെ പുസ്തകം 37-ാം അധ്യായം 22-ാമത്തെ വാക്യം. വടക്ക് നിന്ന് സ്വർണ്ണ ശോഭ പോലെ വരുന്നു, ദൈവത്തിന്റെ ചുറ്റും വടക്ക് നിന്ന് ഞാൻ 2 കാര്യം നിങ്ങളോട് പറഞ്ഞു. സൂര്യപ്രകാശം പോലെ ഒരു ശോഭ പറ എങ്ങനെ ഉളവായി വരുന്നു. എങ്ങനെ വരുന്നു? എല്ലാവരും ഉറക്കെ പറഞ്ഞേ. ഉളവായി. ഈ ഹബക്കൂക്കിലെ ഈ വാക്യമൊക്കെ പലപ്പോഴും നമ്മൾ കാണാറില്ല. അതുകൊണ്ട് ഞാൻ പറയും, നോട്ട് ചെയ്ത് വെക്കണം. ഇതൊക്കെ മീറ്റിങ്ങിനിടക്ക് പെട്ടൊരു നിയോഗത്തിൽ കയറി വരുന്ന വചനങ്ങളാണ്. അതുകൊണ്ട് ആ റെഫറൻസ് 3 സൂര്യപ്രകാശം പോലെ ഒരു ശോഭ ഉളവായി വരുന്നു, കിരണങ്ങൾ അവന്റെ പാർശ്വത്വം നിന്ന് പുറപ്പെടുന്നു, അവിടെ അവന്റെ വല്ലഭത്വം നിറയുന്നു. ആ സൂര്യപ്രകാശം പോലെ ശോഭ എവിടെ നിന്ന് വരുന്നു? യോബ് എന്നാ വായിച്ചേ? ആരാ വായിച്ച? ഉറക്കെ വായിക്കേ. വടക്ക് നിന്ന് ആ ശോഭ എവിടെ നിന്ന് വരും? വടക്ക് നിന്ന്. ഒരു ഹല്ലേലൂയ പറഞ്ഞ മക്കളെ. എന്റെ ദൈവമേ, ഈ വചനം ഇടപെട്ടിട്ട് എനിക്ക് തുള്ളിച്ചാടാൻ തോന്നുന്നു. ഒരു ശോഭ ഉളവായി വരും. അത് എവിടെ നിന്ന് വരും? എവിടെ നിന്ന് വരും? വടക്ക് നിന്ന്. അങ്ങനെയാണ് ഈ പറയട്ടെ, എനിക്ക് ഉയർച്ച വരുന്നത് കിഴക്ക് നിന്നല്ല, പടിഞ്ഞാറ് നിന്നല്ല, തെക്ക് നിന്നല്ല, വടക്ക് നിന്ന്, ഉത്തരദിക്കിന്റെ പർവ്വതത്തിൽ നിന്ന് എനിക്ക് ഉയർച്ച വരും. അത് വിശ്വസിക്കുന്നവർ ആമേൻ പറ. ഒരു ഉളവായി വരുന്നുണ്ട്, ഒരു വിടുതൽ ഉളവായി വരുന്നുണ്ട്, ഒരു നന്മ ഉളവായി വരുന്നുണ്ട്, ഒരു അനുഗ്രഹം ഉളവായി വരുന്നുണ്ട്. അതെവിടെ നിന്ന് വരും മക്കളെ? വടക്ക് നിന്ന് സ്വർണ്ണ ശോഭ പോലെ വരുന്നു. സൗരങ്ങളെ, മക്കളെ, കുഞ്ഞുമക്കളെ, എടാ കുഞ്ഞുങ്ങളെ ഒന്ന് ശ്രദ്ധിച്ചെന്നെ. ഒരു സത്യം ഒന്ന് പറയട്ടെ, ഒരു സത്യം പറയട്ടെ. ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പേ സയന്റിസ്റ്റുമാരെ നാസ ഒരു കണ്ടുപിടുത്തം കണ്ടുപിടിച്ചു. എന്നാന്നറിയോ? വടക്ക് നിന്ന് ഒരു തീഗോളം, ഒരു തീജ്വാല ഭൂമിയിലേക്ക് വരുന്നു. അവരതിനെക്കുറിച്ച് സൂക്ഷ്മമായി പഠിച്ചു കഴിഞ്ഞപ്പോ അവസാനം അതിനൊരു സ്റ്റേറ്റ്മെന്റ് കൊടുത്ത് എങ്ങനെയാണെന്നറിയോ? അതൊരു തീജ്വാലയല്ല, ഒരു കൊച്ചു സിറ്റിയാണ്, ഒരു നഗരമാണ് ഇറങ്ങി വരുന്നത്. എന്നിട്ട് നാസയിലെ സയന്റിസ്റ്റുമാര് പറയുന്നു ആ ഇറങ്ങി വരുന്ന ആ കോളത്തിനൊരു പ്രത്യേകതയുണ്ട്, അത് മുഴുവൻ സ്വർണം കൊണ്ട് നിറഞ്ഞിരിക്കുന്നു. അങ്ങനെയാണെങ്കിൽ ഇന്ന് പകൽ പ്രത്യാശയുള്ള ദൈവമക്കൾ തല ഉയർത്തി നോക്കിയിട്ട് പറ, എന്റെ അപ്പന്റെ ഭവനം പണിത് വരുന്നുണ്ട്. അവൻ വരുന്നുണ്ട്. മേഘരൂഢനായി അവൻ വരുന്നുണ്ട്. എന്റെ ചെറുക്കൻ വരുന്നുണ്ട്. അവന്റെ പ്രത്യാശയുള്ള ദൈവമക്കൾ കരമുയർത്തി ഒന്ന് ദൈവത്തെ സ്തുതിച്ചേ. കോടാകോടിരൻ ദൂത സൈന്യവുമാ മേഘരൂഢനായി വരുന്നിത വിരവിൽ തൻ പ്രിയ സുതരെ തന്നോട് ചേർക്കാൻ വേഗം വരും യേശുമശിഹ. കോടാകോടിരൻ ദൂത സൈന്യവുമാ മേഘരൂഢനായി വരുന്നിത വിരവിൽ തൻ പ്രിയ സുതരെ തന്നോട് ചേർപ്പാൻ വേഗം വരും യേശുമശിഹ. പരിശുദ്ധൻ മഹോന്നത ദേവൻ പരമെങ്ങും വിളങ്ങും മഹേശൻ
സ്വർഗീയ സൈന്യം വാഴ്ത്തി സ്തുതിക്കുന്ന സ്വർലോക നാഥനാം മശിഹാ. പരിശുദ്ധൻ മഹോന്നത പരമെങ്ങും വിളങ്ങും മഹേശൻ. സ്വർഗീയ സൈന്യം വാഴ്ത്തി സ്തുതിക്കുന്ന സ്വർലോകനാഥനാം മശിഹാ. ഹല്ലേലൂയാ, 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 ആമേൻ. ആമേൻ. ഞാൻ ആ കാര്യം ഓടിച്ചു പറയുന്ന എനിക്ക് സന്തോഷമുണ്ട്. എബ്രായ ലേഖനത്തിൽ 3 കർത്താവ് പറയുകയാണ്, അവൻ തേജസ്സിന്റെ 2-3 പേരോട് മുഖത്ത് നോക്കി ചിരിച്ച മുഖത്തോടെ സന്തോഷത്തോടെ പറ, എൻ്റെ അപ്പൻ തേജസ്സിന്റെ പ്രഭയാ. ഒന്ന് പറഞ്ഞേ. അമ്മേ, എബ്രായർ 1:3 പറയുന്നത് ഇങ്ങനെയാണ്, അവൻ അദൃശ്യനായ ദൈവത്തിന്റെ പ്രതിമ. അവൻ അദൃശ്യനായ ദൈവത്തിന്റെ പ്രതിമ. അവനാണ് തമ്പുരാൻ. ഇത് ശരിക്ക് യഹോവ സാക്ഷികൾക്കും യേശുനാമക്കാർക്കൊക്കെ ഒരു അടിയാ. അവൻ അദൃശ്യനായ ദൈവത്തിന്റെ, അവനാണവൻ. എന്നെ കണ്ടവൻ, പിതാവിനെ കണ്ടവൻ, അത് തന്നെയാ ഞാൻ. 5-ാമത്തെ കാര്യം അതിന്റെ 2-ാമത്തെ വാക്യത്തിലുണ്ട്, സകലത്തെയും ശക്തിയുള്ള വചനത്താൽ നിലനിർത്തുന്നവൻ. എല്ലാം നിലനിർത്തിയിരിക്കുന്ന വചനത്തിലാണ്. വചനമില്ലാതെ ഒരാൾക്കും നിലനിൽപ്പില്ല. വചനമാ നമ്മുടെ നിലനിൽപ്പ്, വചനമാ സൃഷ്ടാവ്. ഒരാമേൻ പറയാമോ? ഹല്ലേലൂയ. എനിക്ക് തോന്നുന്നു ഈ യോഹന്നാന്റെ സുവിശേഷമാണ് ഏറ്റവും കൂടുതൽ ഈ ക്രിസ്തുവിനെ വരച്ച് കാണിച്ചിരിക്കുന്നത്, അല്ലേ? ശരിയല്ലേ? ഒരു അല്ലല്ലോ പറ. യോഹന്നാന്റെ സുവിശേഷം ശരിക്കും എഴുതിയത് തന്നെ യേശുവിന്റെ ദൈവത്വം ഒന്ന് വെളിപ്പെടുത്താൻ വേണ്ടിയാണ്. മനസ്സിലാവുന്നുണ്ടോ? അതുകൊണ്ട് എനിക്ക് അതൊക്കെ പറയാൻ ഭയങ്കര ഇഷ്ടമാണ്. ഈ യോഹന്നാന്റെ സുവിശേഷത്തിൽ പലതവണ യോഹന്നാൻ യേശുവിന്റെ ദൈവത്വത്തെ വരച്ച് കാണിക്കുന്നുണ്ട്. 1-ാം അധ്യായത്തിൽ താൻ ഇങ്ങനെ പറയുന്നുണ്ട്, ആദ്യം വചനം ഉണ്ടായിരുന്നു, വചനം ദൈവത്തോട് ആയിരുന്നു, വചനം ദൈവമായിരുന്നു. എന്റെ ദൈവം സാക്ഷാൽ വചനമാണ്. 2-ാമത്തെ അധ്യായത്തിൽ ആ മനുഷ്യൻ ഇങ്ങനെ എഴുതി, വചനമാകുന്ന കർത്താവ് സാധാരണക്കാരന്റെ വിഷയത്തിൽ ഇടപെടുന്നു. കാനാവിലെ കല്യാണ വീട്ടിൽ സാധാരണക്കാരന്റെ വിഷയത്തിൽ ഇടപെടുന്ന വചനമാകുന്ന കർത്താവ് പള്ളിയുടെ പ്രമാണിയായ നിക്കോദിമോസിന് പ്രമാണം അകത്തില്ലാത്തവന് പ്രമാണം കൊടുത്തുകൊണ്ട് നിത്യതയുടെ ഉടമസ്ഥനെന്ന് തെളിയിക്കുന്നു. ആ നിത്യതയുടെ ഉടമസ്ഥനായ കർത്താവ് സമരിയക്കാരി സ്ത്രീയോട് മശിഹ എന്ന് തെളിയിക്കുന്നു. മശിഹ എന്ന് തെളിയിച്ച കർത്താവ് 5-ാം അധ്യായത്തിൽ ആട്ടുവാതിക്കൽ ബെഥസ്ദ കുളത്തിൽ അരുകിക്കിടക്കുന്ന സകലരെയും അവൻ സൗഖ്യമാക്കി ദൈവപുത്രൻ എന്നവൻ തെളിയിക്കുന്നു. 6-ാം അധ്യായത്തിൽ സാക്ഷാൽ ദൈവമാകുന്നവൻ 5 അപ്പം കൊണ്ട് 5000 പേരെ പോഷിപ്പിക്കുന്നു. 7-ാം അധ്യായത്തിൽ വിശ്വസിക്കുന്നവന് ഉള്ളിൽ നിന്ന് തിരുവെഴുത്ത് പറയുന്ന പോലെ അവൻ ജീവജല നദി പുറപ്പെടുവിക്കുന്നു. 8-ാം അധ്യായത്തിൽ അവൻ സ്തോത്രം, ഞാൻ ലോകത്തിന് വെളിച്ചമാകുന്നു എന്നവൻ സമർത്ഥിക്കുന്നു. 9-ാം അധ്യായത്തിൽ വെളിച്ചമാകുന്ന കർത്താവ് കുരുട്ട് കണ്ണ് തുറന്ന് അവൻ സാക്ഷാൽ വെളിച്ചമെന്ന് തെളിയിക്കുന്നു. ആമേൻ. 10-ാം അധ്യായത്തിൽ അവൻ പറഞ്ഞു, ഞാൻ ദൈവം മാത്രമല്ല, ആടുകൾക്ക് വേണ്ടി ജീവനെ കൊടുക്കുന്ന ഇടയൻ. 11-ാം അധ്യായത്തിൽ ആടിനെ കൊടുക്കുന്ന ഇടയൻ എന്ന് പറഞ്ഞവൻ ലാസറിന് ജീവൻ കൊടുത്ത് തെളിയിക്കുന്നു.
12-ാം അധ്യായത്തിൽ അവനോടുകൂടെ പന്തിക്കിരിക്കുന്നു. 13-ാം അധ്യായത്തിൽ പെസഹ ആചരിക്കുന്നു. 14-ാം അധ്യായത്തിൽ സെന്റ് ഓഫ് മീറ്റിംഗിൽ ഹൃദയം കലങ്ങിപ്പോകാതിരിക്കാൻ വചനം ഷെയർ ചെയ്യുന്നു. ആമേൻ. 15-ാം അധ്യായത്തിൽ സാക്ഷാൽ മുന്തിരിവള്ളി എന്ന് സമർത്ഥിക്കുന്നു. അടുത്ത 17-ാം അധ്യായത്തിൽ ഗെത്സമന തോട്ടത്തിൽ നിന്നും ആമൻ ക്രൂശ് മരണത്തിലേക്ക് വഴിയൊരുക്കുന്നു. വചനമാകുന്ന കർത്താവ്, കുഞ്ഞാടാകുന്ന കർത്താവ്, മനുഷ്യപുത്രനാകുന്ന കർത്താവ്, ജീവനുള്ള കർത്താവ് എന്ന് വേണ്ട യോഹന്നാൻ സമർത്ഥിച്ചു പറയുന്നു, അവനാണ് ദൈവം. സകലതും വചനത്തിൽ നിലനിർത്തുന്നവൻ. എന്ന് പറഞ്ഞേ മക്കളെ, ഈ ലോകത്തിന്റെ താളം തെറ്റുന്നത് എപ്പോഴാണെന്നറിയാമോ? ജനം വചനത്തിൽ നിലനിൽക്കാതെ വരുമ്പോൾ ലോകത്തിന്റെ താളം തെറ്റും. ദൈവമക്കൾ വചനത്തിൽ വേരുറക്കാതെ വരുമ്പോൾ സഭയുടെ താളം തെറ്റും. മറക്കരുത്. ഞാൻ ആരാധനക്കെതിരൊന്നുമല്ല. മണിക്കൂറുകൾ ഞാൻ ആരാധിക്കും, മണിക്കൂറുകൾ തുള്ളിച്ചാടും. പക്ഷെ വചനമില്ലാതെ നമുക്കൊരു ആരാധന വേണ്ട. സകലതും ശക്തിയുള്ള വചനത്തിന് പരിഹാരമാണ്. വചനത്തിലാണ് നിർത്തുന്നത്. 6 അതിന്റെ 1:3 പാപത്തിന് പരിഹാരം വരുത്തിയവനാണ് നമ്മുടെ തമ്പുരാൻ. അവസാനം ഉയരത്തിൽ ആമേൻ മഹിമയുടെ വലത്ത്. 1-ാം അധ്യായത്തിന്റെ 1, 2, 3 വാക്യത്തിൽ നിന്ന് ഞാൻ ഈ 7 കാര്യം പറഞ്ഞേ. ഒടുവിലായിട്ട് പറയുന്നു, ആമേൻ പാപത്തിന് പരിഹാരം വരുത്തി ഉയരത്തിൽ മഹിമയുടെ വലത്തു ഭാഗത്ത് പറ ഇരിക്കുന്നവൻ. അഭിഷിക്തനെ ഞാൻ ഇപ്പം നിർത്താം. പക്ഷെ ഒരു കാര്യം കൂടി പറഞ്ഞിട്ട് പ്രാർത്ഥിക്കാം. 7-ാം ഞാൻ എടുത്ത മെസ്സേജ് ഞാൻ പറ്റുമെങ്കിൽ വൈകിട്ട് പറയും. വൈകിട്ട് എല്ലാവരും വരണം. ഒരാളെ കൂടി വിളിച്ചോണ്ട് വരണം. വൈകിട്ട് ഇതിനകത്ത് ഞാൻ എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കും. ഒരസാധാരണ അഭിഷേകം ഇതിനകത്ത് വ്യാപരിക്കും. ആമേൻ. സ്തോത്രം. ഒരു നിയോഗം ഇന്ന് വൈകിട്ടുണ്ടാകും. ആരും മുടക്കരുത്. എല്ലാവരും വിളിച്ചോണ്ട് വരണം. പിതാവിന്റെ വലത്തുഭാഗത്ത്, മഹിമയുടെ വലത്തുഭാഗത്ത് അവൻ ഇരിക്കുന്നു. സഹോദരങ്ങളെ, കർത്താവ് എന്ത് ചെയ്യുന്നു? പറ. ഇരിക്കുന്നു. എവിടെ? ഞാനൊരു ഒരു കാര്യം ഒന്ന് പറഞ്ഞോട്ടെ. ഏതായാലും ഉച്ചക്ക് പോയല്ലേ, അത് കേട്ടോണ്ട് പോ. ഈ മഹാപുരോഹിതന്റെ അടുക്കൽ കർത്താവിനെ കൊണ്ടുവന്ന് നിർത്തിയ സമയത്ത് മഹാപുരോഹിതൻ ചോദിച്ചൊരു ചോദ്യമുണ്ട്. വാസ്തവത്തിൽ നീ മശികയാണോ? മശികയാണോ? അതിന് കർത്താവ് പറഞ്ഞ 2 മറുപടി. ഓവ്, മനുഷ്യപുത്രൻ ആകാശമേഘങ്ങളുടെ വരുന്നത് കാണും. അവൻ 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 പിതാവിന്റെ വലത്തുഭാഗത്ത് ഇരിക്കുന്നത് നിങ്ങൾ കാണും. ജോപാഷെ, ആ വാക്കിന്റെ മർമ്മം ഒന്ന് പറഞ്ഞോട്ടെ. യേശു മഹാപുരോഹിതന്റെ തലക്കെട്ട് എന്റെ ഭാഷ പറഞ്ഞ 50 കിലോത്തിന്റെ ആമർ വെച്ചൊരറ്റ അടിച്ചേ. നീയാണോ ക്രിസ്തുവെന്ന് ചോദിച്ചപ്പോ തമ്പുരാന്റെ മറുപടി ഓവ്, നീ കാണും അവൻ വരുന്നത്. 2 മഹിമയുടെ വലത്ത് ഭാഗത്ത് അവൻ എന്ത് ചെയ്യും? പറ. അവൻ ഇരിക്കും. നിങ്ങൾക്കറിയാമോ, പഴയ നിയമത്തിൽ എല്ലായിടത്തും ഒരൊറ്റ പുരോഹിതം പോലും അതിപരിശുദ്ധ സ്ഥലത്താകട്ടെ, വിശുദ്ധ സ്ഥലത്താകട്ടെ, പ്രാകാരത്തിലാകട്ടെ ഇരുന്ന് കണ്ടിട്ടില്ല. കണ്ടിട്ടുണ്ടോ? എന്തിന്? ഒരു ദൂതനെങ്കിലും സ്വർഗത്തിലിരിക്കുന്ന നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഉണ്ടോ? ഒരു ദൂതന്മാരും ജോപാഷ ഇന്ന് വരെ വേദപുസ്തകത്തിൽ ഇരുന്ന് ശുശ്രൂഷ ചെയ്യുന്ന കണ്ടിട്ടില്ല. ദൂതന്മാരെല്ലാം പറന്ന നടക്കുന്നേ. ആകെ കൂടി ഒരു ദൂതൻ ഒരു സ്ഥലത്ത് ഇരുന്നത് കല്ലറ വാതിക്കല. അത് തമ്പുരാൻ സ്പെഷ്യൽ കോഡിന് വിട്ടതാ.
ആ ഒറ്റ ദൂതനല്ലാതെ ഒറ്റ ദൂതന്മാരും എന്ത് ചെയ്തിട്ടില്ല? പറ, ഇരുന്നിട്ടില്ല. ശരിക്കും പുതിയ നിയമത്തിലെ ശുശ്രൂഷ നിന്നുകൊണ്ട് വേണം ചെയ്യാൻ. ഞങ്ങൾ നിൽക്കുന്നു, നിങ്ങൾ ഇരിക്കുന്നു. ഇത് എവിടത്തെ ഇടപാടാ? ഇതിന് വല്ലാത്ത ഇടപാട്. ഇത് ഇവിടെ നമ്മുടെ ഇതിന് നമുക്ക് മാത്രമുള്ളൊരു അങ്ങനെയല്ല ചെയ്യേണ്ടത്. നമ്മൾ ഒരുമിച്ചാ നിൽക്കേണ്ടേ. കാരണം ദൂതന്മാർ ആരും ഇരുന്നിട്ടില്ല. ദൂതന്മാർ 24 hours അവിടെ എന്ത് ചെയ്യുന്നു? രണ്ടുകൊണ്ട് പാദം മൂടി, രണ്ടുകൊണ്ട് അവൻ മുഖം മൂടി, രണ്ടുകൊണ്ട് അവർ പറന്നാരാധിക്കുക. എന്നാൽ ഒരു പുരോഹിതനും ഇന്ന് വരെ ദൈവാലയത്തിൽ ഇരുന്നിട്ടില്ല. സഹോദരന്മാരെ, നിങ്ങൾ വല്ലപ്പോഴുമെങ്കിലും ഈ പഴയ നിയമ ആരാധനയൊക്കെ ഒന്ന് പഠിക്കണം കേട്ടോ, ഒന്ന് പഠിക്കണം. ഞാനൊരു കാര്യം പറയാം. ഈ സ്തോത്രം, ഇതുപോലെ ഈ പുരോഹിതൻ ആരാധനാലയത്തിലെ അകത്ത് കയറുമ്പോ പുരോഹിതന്റെ അരയിൽ ഒരു കെട്ടുണ്ടാവും. ഈ കെട്ട് പ്രാകാരത്തിൽ നിന്നും പുരോഹിതൻ വിശുദ്ധ സ്ഥലത്തോട്ട് കയറുമ്പോ പുരോഹിതന്റെ അരയിൽ ഒരു കെട്ടുണ്ടാകും, ഒരു കയറ്. പരിശുദ്ധ സ്ഥലത്ത് കയറുമ്പോ ഈ കെട്ടുണ്ടാകും. ഈ അരയിൽ കെട്ടുവിട്ടുകൊണ്ടാ കയറുന്നേ. ഇനി അതിപരിശുദ്ധ സ്ഥലത്തോട്ട് ചെല്ലുമ്പോ നേരെയല്ല കയറുന്നത്. ഇങ്ങനെ തിരിഞ്ഞ് ഈ കൈമുട്ടുകൊണ്ട് ആ തിരശീല ഇങ്ങനെ അങ്ങ് മാറ്റും രണ്ടിടത്തോട്ട്. എന്നിട്ടോടാ ഈ രക്തം കൊണ്ട് അകത്തോട്ട് കയറുന്നേ. കൈമുട്ടുകൊണ്ട് അതിപരിശുദ്ധ സ്ഥലത്തെ തിരശീല മാറ്റും. എന്നിട്ട് നേരെ കയറി ചെന്ന് യാഗപീഠത്തിൽ രക്തം തളിക്കും. എന്നിട്ട് തിരിഞ്ഞല്ല പോരുന്നത്, അതുപോലെ തന്നെ തിരിച്ച ബാക്കിലോട്ട് പോരുന്നേ. ഇനി പുരോഹിതൻ അതിപരിശുദ്ധ സ്ഥലത്തോട്ട് കയറി ചെല്ലുന്നതിന് മുൻപ് താൻ തന്റെ പാപത്തിന് വേണ്ടി യാഗം കഴിക്കും. എന്നാ പറ്റുന്നറിയോ? തന്റെ പാപത്തിന് യാഗം കഴിച്ചിട്ട് വേണം അതിപരിശുദ്ധ സ്ഥലത്ത് കയറാൻ. ദൈവത്തിന്റെ തേജസ് ഇറങ്ങുമ്പോ ഇവൻ പാപം ചെയ്തിട്ടുണ്ടെങ്കിൽ അതിപരിശുദ്ധ സ്ഥലത്ത് മരിച്ചു വീഴും. ഇനി എന്തിനാ ഈ അരയിലെ കെട്ടെന്നറിയണ്ടേ? ഒന്ന് പുറകെ വന്ന മോനെ, ഒന്ന് പുറകെ വന്നേ. അന്ന് കയറ്റി പിടിച്ചോ, ഇത് പിടിച്ചോ. എന്തിനാ ഈ അരയിലെ കെട്ടെന്നറിയണ്ടേ? ഈ അരയിലെ കെട്ട് ഈ പുരോഹിതൻ വല്ല പാപവും ചെയ്തിട്ടുണ്ടെങ്കിൽ അതിപരിശുദ്ധ സ്ഥലത്തെ തേജസ് ഇറങ്ങുമ്പോ പുരോഹിതൻ വടിയാവും. വടിയായി പരിശുദ്ധ സ്ഥലത്ത് കിടക്കുന്ന പുരോഹിതനെ വലിച്ചോ, അകത്തോട്ട് കയറിയെടുക്കില്ല, വലിച്ചെടുക്കും. ഈ ഡെഡ് ബോഡി വലിച്ച് പുറത്തോട്ടെടുത്ത് പുരോഹിതനെ പുറത്തുകൊണ്ടേ തട്ടും. ഒരു സ്വതന്ത്രം പറ. ഇത് പേടിച്ചിട്ട് എല്ലാ മഹാപുരോഹിതന്മാരും അതിപരിശുദ്ധ സ്ഥലത്തോട്ട് കയറുമ്പോ വിറച്ചാ കയറുന്നേ. അതുകൊണ്ട് എബ്രായ ലേഖനത്തിൽ പൗലോസ് പറഞ്ഞത്, അതുകൊണ്ട് കരുണ ലഭിക്കാനുള്ള സമയത്ത് ധൈര്യത്തോടെ കയറാൻ പറഞ്ഞത്. സകല പുരോഹിതന്മാരും പേടിച്ച് നിന്നിടത്ത് നാം ധൈര്യത്തോടെ നിൽക്കുന്നത്. ഇന്ന് പകൽ വേളയില് ഇവിടെ നിൽക്കേണ്ടത് അറച്ചും വിറച്ചുമല്ല, അവനോടുള്ള സ്നേഹത്തിൽ. ദൈവമക്കളെ, നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ? പുരോഹിതന്മാർ പോലും വിറച്ച് നിന്നെടുത്ത നമ്മൾ ഈ തുള്ളിച്ചാടി ദൈവത്തെ ആരാധിക്കുന്നേ. കാരണം എന്നാന്നൂടി പറഞ്ഞ് ഞാൻ എന്റെ പുസ്തകം അവസാനിപ്പിക്കാം. പൗലോസ് എബ്രായ ലേഖനത്തിൽ ഇങ്ങനെ പറയുക, സ്ഥൂലമായതും തീ കത്തുന്നതും അന്ധതമസ് കൂടിരിട്ട് വാക്കുകളുടെ ശബ്ദം ഇവയുടെ അടുക്കലല്ലോ നിങ്ങൾ വന്നിരിക്കുന്നത്. അവയെ കണ്ടതായ, അവയെ കേട്ടതായ മോശ പോലും അവന്റെ സന്നദ്ധിയിൽ വിറച്ചാ നിന്നേ. അവന്റെ മുമ്പിൽ വിറച്ചാ നിന്നത്. ജനം പറഞ്ഞു, ഞങ്ങൾക്ക് ദൈവത്തെ വേണ്ട, ദൈവത്തെ കാണണ്ട, ദൈവത്തെ കേൾക്കണ്ട. അത്ര ഭയാനകമായിരുന്നു ആ കാഴ്ച. എന്നാൽ ഇന്ന് അത്രയും ഭയപ്പെട്ട പഴയ നിയമ വിശുദ്ധന്മാർ നിന്നിടത്ത് നമ്മളിവിടെ ധൈര്യത്തോടെ വന്നിരിക്കുക. വന്നതല്ല,
നിന്നെ വരുത്തിയതാ. ആര്? ഹാബേലിന്റെ രക്തത്തേക്കാൾ ഗുണകരമായി സംസാരിക്കുന്ന പുണ്യക രക്തത്തിനും അടുക്കൽ അത്രേ നിങ്ങൾ വന്നിരിക്കുന്നത്. ആ രക്തമാ നിന്നെ ഇവിടെ കൊണ്ടുവന്നത്. ആ രക്തമാ നിനക്ക് പ്രാഗൽഭ്യം തന്നത്. ആ രക്തമാ നിന്നെ കൊണ്ടുവന്നിരുത്തിയത്. ഇന്ന് പകൽ വേളയിൽ ആ രക്തത്തിന് വിടുതൽ അനുഭവിച്ച ദൈവമക്കൾ ദൈവത്തെ ഒന്ന് സ്തുതിച്ചേ. ഞാൻ മഹിമയുടെ വലത്തുഭാഗത്തിരിക്കുന്നത് നീ കാണും. മറുപടി, കയ്യഫാവേ, അന്നാസേ, നീയൊന്നും ഇരിക്കാത്തടത്ത് ഞാനിരിക്കും. ഇങ്ങനെയുള്ള മഹാപുരോഹിതനല്ലോ നമുക്ക് വേണ്ടത്. പവിത്രൻ, നിർമ്മലൻ, പാപികളോട് വേർവിട്ടവൻ, സ്വർഗത്തേക്കാൾ ഉന്നതനായത്. എല്ലാ ശുശ്രൂഷയും തികച്ച് അവൻ അവിടെ ഇരുന്നു. എന്തിനു വേണ്ടിയിരുന്നു? ഒന്ന്, നിനക്ക് വേണ്ടി അഡ്വക്കേറ്റായി പക്ഷപാതം ചെയ്യാൻ. നിന്റെ ബലഹീനതയിൽ തുണ നിൽക്കേണ്ടതിന്. കുഞ്ഞുങ്ങളെ, നിങ്ങളിൽ ആരെങ്കിലും പാപം ചെയ്തെങ്കിൽ നിങ്ങൾ തെറ്റിപ്പോവരുത്. യോഹന്നാന്റെ ലേഖനം പറയുന്നു, പിതാവിന്റെ സന്നദ്ധിയിൽ പുത്രനായ യേശു നിനക്കുണ്ടെന്ന് നീ തിരിച്ചറിയുക. തേജസ്സിന്റെ പ്രഭ വചനത്താൽ നിലനിർത്തുന്നവൻ ഒടുവിൽ എല്ലാം തികച്ച ശേഷം പിതാവിന്റെ വലത്ത് ഭാഗത്തിരിക്കുന്നു. ഇന്ന് പകൽ ഈ ദൈവത്തെ ആരാധിക്കുന്നത് കൊണ്ട് സന്തോഷത്തോടെ വേണം കടന്നു പോകാൻ. തോറ്റവരുടെ കൂട്ടമല്ല, ഇത് ജയിച്ചവരുടെ കൂട്ടമാ. യേശു കർത്താവ് ഇങ്ങനെ പറഞ്ഞു, ഞാനും ജയിച്ചു, പിതാവിന്റെ വലത്ത് ഭാഗത്തിരിക്കുന്നു. ജയിക്കുന്നവനെ ഞാൻ എന്നോട് കൂടെ ഇരുത്തും. കാതിലും കഴുത്തിലും കമ്മലും മാലേ ഊരി മീശം പിടിച്ച് ബ്ലാക്ക് പാൻറ്റും വൈറ്റ് ഷർട്ടും ഇട്ടത് കൊണ്ട് കൂടെ ഇരുത്തുമെന്നല്ല പറഞ്ഞേ, ജയിക്കുന്നവനെ കൂടെ ഇരുത്തും. ഒരു നിമിഷം നമ്മുടെ കണ്ണടയ്ക്കാൻ നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. എല്ലാ കണ്ണുകളും അടച്ചേ. സ്വർഗീയ പിതാവേ, അങ്ങയുടെ മഹത്വം ഞങ്ങൾക്ക് ചുമക്കാൻ ദൈവം കൃപ തന്നതുകൊണ്ട് നന്ദി. കർത്താവേ, അങ്ങാര് എന്ന് ഞങ്ങൾക്ക് മനസ്സിലായി. ആ വലിയവനായ ദൈവത്തെ സേവിപ്പാൻ അങ്ങ് ഞങ്ങൾക്ക് തന്ന മഹാകരുണയ്ക്ക് നന്ദി. നിന്റെ ജനത്തെ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിന്റെ നാമം ചൊല്ലി അനുഗ്രഹിക്കുന്നു. ക്രിസ്തുയേശുവിൻ നാമത്തിൽ പിതാവേ.